ശുശ്രൂഷ. ആന്റി കേൾക്കാമല്ലോ? കേൾക്കാം പാസ്റ്റർ. കേൾക്കാമല്ലോ? കേൾക്കാം. സമയം 9:30. 9:30. ഓക്കെ, ശരിയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിൽ വീണ്ടും ഒരുമിച്ച് കടന്നു വരുവാൻ സ്വർഗം ചെയ്ത വലിയ കൃപകളെ ഓർത്ത് ഇന്ന് രാത്രികാലം ഞാൻ ദൈവത്തിന്, സർവകൃപാലുവായ ദൈവത്തിന് മഹത്വം കരയിക്കുന്നു. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന പ്രിയ കർത്താവിൽ പ്രസിദ്ധയായ ആന്റി, ഒപ്പം വിവിധ ദേശങ്ങളും ആകങ്ങളിലും വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെയും സ്തോത്രം ഒരുമിച്ച് ഇന്ന് രാത്രികാലം ഈ കൂട്ടായ്മയ്ക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങളെ ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിൽ അറിയിക്കുകയാണ്. ഇന്ന് രാത്രി ആത്മീകമായി പാടി ആരാധിച്ച് ആത്മീകമായി നടന്നൊരു ശുശ്രൂഷയാണല്ലോ. വളരെ ശക്തമായി ഈ മീറ്റിംഗ് മുൻപിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ഇവിടെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്നും ബൈക്ക് ഉപയോഗിക്കുന്നില്ല, അപ്പൊ ശബ്ദത്തിന്റെ പരിമിതി ഉണ്ട്. 2, ഇവിടെ ശക്തമായ മഴയുണ്ട്. അപ്പോൾ അവിടെ എങ്ങനെയാണ് എല്ലാവർക്കും ശബ്ദം കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ശബ്ദം കുറെ കൂടെ ക്ലിയർ ആയി കിട്ടുവാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹെഡ്സെറ്റും മൈക്കും ഉപയോഗിക്കുന്നുണ്ട്. ഹെഡ്സെറ്റിൻ്റെത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഈ മീറ്റിങ്ങുകളൊക്കെ കാണുവാനും കേൾക്കുവാനും, അഥവാ എനിക്ക് ലൈവില് വരാൻ സാധിച്ചില്ലെങ്കിലും പലപ്പോഴും യൂട്യൂബിൽ വരുന്ന മെസ്സേജുകളൊക്കെ കാണുവാനും കർത്താവ് ഈ ശുശ്രൂഷയെ നടത്തുന്ന വിധം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ആരംഭിച്ചത് കൊണ്ടാണ് നിന്നു പോകാതെ മുമ്പിലേക്ക് പോകുന്നത്. പലരും പല കാര്യങ്ങളും ആരംഭിച്ചിട്ട് നിന്നു പോകുന്നു. കാരണം അത് ശരിയായ ദർശനത്തോടു കൂടെയോ അത് ശരിയായ ആത്മീക ലീഡിങ്ങിനോട് കൂടെയോ അല്ല. എന്നാൽ ഇന്നുവരെയും ഈ കൂട്ടായ്മ നിന്നു പോകാതെ മുൻപിലേക്ക് കടന്നു പോകുന്നെങ്കിൽ ആമേ സ്തോത്രം, അതിന്റെ പിന്നിൽ ഒരൊറ്റ ശബ്ദമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന്റെ പിന്നിൽ ദൈവിക നിയോഗമുണ്ട്. ദൈവിക നിയോഗമുണ്ട്. ആമേ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ മഹത്വം. ഇന്ന് രാത്രികാലം ഒരു സന്ദേശത്തിനകത്തേക്ക് കടക്കുകയാണ്. ഒരു വലിയ പ്രസംഗമൊന്നുമല്ല, പക്ഷേ കർത്താവിനോട് പറഞ്ഞ വളരെ ഗഹനമായ ഒരു വിഷയത്തെ ഞാൻ നിങ്ങളോട് ഇന്ന് രാത്രി പ്രസംഗിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എത്ര സമയം മുൻപിലേക്ക് പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എത്ര സമയം കൊണ്ട് നിൽക്കുമെന്ന് എനിക്ക് ഒരു ചിട്ടമില്ല. കാരണം ഇതൊരു വലിയ വിഷയമാണ്. ഇത് എന്നെ കൊണ്ട് പ്രസംഗിച്ച് പൂർത്തീകരിക്കാൻ കഴിയുകയില്ല. സ്തോത്രം, ജ്ഞാനത്തിൽ നമ്മള് കുറവാണല്ലോ. പക്ഷെ സ്വർഗത്തിലെ ദൈവമാണ് നമ്മളെ അതിനകത്ത് ബലപ്പെടുത്തുന്നത്. സ്തോത്രം ചെയ്യുന്നു. അതിനാധാരമായിട്ട് ഒരു വാക്യം അതിന് ഒരു വാക്യം ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് ശുശ്രൂഷിക്കുന്ന വചനവുമായിട്ട് ബന്ധപ്പെട്ട, ഇന്ന് ശുശ്രൂഷിക്കുന്ന പ്രാസംഗിക വിഷയവുമായി ബന്ധപ്പെട്ട് വെളിപ്പാട് പുസ്തകം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം, റെവലേഷൻ 1-ാം അധ്യായം 10-ാം വാക്യം. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. അപ്പോ നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് നന്നായിട്ട് അറിയാം. വെളിപ്പാട് പുസ്തകത്തിന്റെ സാഹചര്യങ്ങളൊക്കെ അറിയാം. ഈ വചനം നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഇനി എന്താണ് ചിന്തിക്കാനിരിക്കുന്നത്, എന്താണ് പ്രസംഗിക്കാനുള്ളത് എന്നൊക്കെ കാണും. പക്ഷേ സ്തോത്രം, കർത്താവല്ലേ വചനം തന്നത്. അപ്പൊ അതിനകത്ത് സ്വർഗത്തെക്കാളും വലിയ കാര്യങ്ങൾ അതിനകത്തുണ്ട്. നിശ്ചയമായും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചിട്ട് ഈ വചനത്തിനകത്തേക്കൊന്ന് കയറാം. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി സ്വർഗം നമുക്ക് വേണ്ടി തുറന്നു തരും ദൈവം. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ചില സർപ്പത്തിന്റെ തലകളെ യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ കടന്നു വരികയാണ്. പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ശുശ്രൂഷയ്ക്ക് വിരോധമായിരിക്കുന്ന ഇതിനകത്ത് യേശുവിന്റെ ജീവന്റെ സാന്നിധ്യം ഈ മീറ്റിംഗിനകത്ത് ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇന്ന് രാത്രി ഞങ്ങൾ ചിന്തയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്.
സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കാര്യം ഞങ്ങളുടെ മധ്യ ഇടപെടണം. കർത്താവേ, ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട ഈ ദൈവത്തിന്റെ വചനം ദൈവാത്മാവ് ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നെങ്കിലേ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് മനുഷ്യനിലേക്ക് എത്തിപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഞങ്ങൾ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് ഞങ്ങൾ ആശ്രയിക്കുകയാണ്. ഇപ്പോ എല്ലാ ബൗണ്ടറികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. ഇന്ന് ശക്തമായതിലേക്ക് ഞങ്ങൾ കയറുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരുമായി ബന്ധപ്പെട്ട് റിലേറ്റീവ്സിന് കർത്താവ് ആർക്കും രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാകില്ല. ഇന്ന് രാത്രി ഈ വചനം ജയത്തോടുകൂടി വളരെ ശക്തമായി വ്യാപരിക്കും. ബന്ധനങ്ങളെ ദൈവം അഴിക്കും, കെട്ടുകളെ ദൈവം പൊട്ടിക്കും, വലിയ മർമ്മങ്ങളെ ദൈവം വെളിപ്പെടുത്തും. സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഇന്ന് രാത്രി പിശാച് ഒത്തിരി അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ്. പിശാച് ഒത്തിരി വളരെ അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. എങ്ങനെയും എതിരായിട്ട് പ്രവർത്തിക്കണം, എങ്ങനെയും എതിരായിട്ട് വർക്ക് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി പിശാച് ഇരിക്കുകയാണ്. പിശാച് ഇങ്ങനെ ആഗ്രഹിക്കുന്നു, ഈ മീറ്റിങ്ങിനകത്ത് വരുന്ന ചിലതൊക്കെ ആരെങ്കിലുമൊക്കെ ബന്ധപ്പെട്ടവരെ റിലേറ്റീവ്സിനെ രോഗത്തിനകത്ത് കൊണ്ടുപോയിട്ട് സ്തോത്രം അവരുടെ മനസ്സൊക്കെ അസ്വസ്ഥപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒരൊറ്റ കാരണം, ഇന്ന് രാത്രി പറയുന്ന ഈ കാര്യം അത് മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കാൻ പിശാച് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇത് സ്വർഗം തുറക്കുന്ന വിഷയമാണ്. കാരണം ഇത് സ്വർഗത്തെ തൊടുന്ന വിഷയമാണ്. ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ രാത്രികാലം പ്രാർത്ഥിച്ചു. ദൈവം എനിക്കൊരു ദൈവോലോചന തന്നു. സ്തോത്രം. പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു സ്തോത്രം ഇത് ഇത്രയും വിശാലമായൊരു വിഷയമാണെന്ന്. പക്ഷെ ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ ഹൃദയത്തെ തൊടും. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ ആത്മമണ്ഡലങ്ങളെ തൊടും. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ സ്പിരിച്വൽ മേഖലകളെ ദൈവം തൊടും. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ സഭകളെ തൊടും. ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ ശുശ്രൂഷകളെ തൊടും. ഇന്ന് രാത്രി നിങ്ങളുടെ ആത്മമണ്ഡലങ്ങളെ ദൈവം ചലിപ്പിച്ചു തുടങ്ങും. കാരണം സ്തോത്രം, ഹല്ലേലൂയ, സ്വർഗം തുറക്കുന്ന ഒരു ശുശ്രൂഷ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സ്വർഗം തുറക്കുന്ന ഒരു ശുശ്രൂഷ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാന് എന്റെ ഹൃദയത്തിനകത്ത് ദൈവം തന്നൊരു ചിന്ത, ഞാനിങ്ങനെ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ കർത്താവ് ഇങ്ങനെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെറിയ മെസ്സേജ് ഒക്കെ ഇടാറുണ്ട്. അപ്പോഴത്തേക്ക് കർത്താവ് ഇങ്ങനെ ചിന്ത തന്നു. ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തതിന് ശേഷം ദാവീദ് ഒരു വഴിക്ക് പോയി, ശമൂവേൽ ഒരു വഴിക്ക് പോയി, ഇശായി ഒക്കെ വീട്ടിനകത്തുണ്ട്, സഹോദരന്മാർ മറ്റൊരു വഴിക്ക് പോയി. ഇത് കാട്ടിലേക്ക് പോയത് ദാവീദ് മാത്രമാണ്. സ്തോത്രം. അവിടെ അഭിഷേകത്തെ വെളിപ്പെടുത്താൻ, അതിനെ അംഗീകരിക്കാൻ, അതിനെ സ്വീകരിക്കുവാൻ, അതിനെ ബഹുമാനിക്കുവാൻ അവിടെ ആരുമില്ല. രാജാവെന്ന് പറഞ്ഞിട്ടൊന്നും അവിടെ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടപ്പോ കർത്താവ് നേരിട്ട് ആ വചനത്തിന്റെ ഒരു എസൻസ് എന്റെ ഹൃദയത്തിനകത്തേക്ക് ഇട്ടു തരുവാൻ തപ്പണം വിടയായി തുറന്നു. നോക്കോടെ, ജോലിക്ക് പോയ സഹോദരന്മാർ ചിന്തിക്കുന്നു, ഇവിടം സേഫാണ്, ഞങ്ങൾ സെക്യൂർഡ് ആയി കഴിഞ്ഞു, ഞങ്ങൾ ഇവിടെ സെറ്റിലായി കഴിഞ്ഞു, ഞങ്ങൾക്ക് ഈ ജോലി തന്നെ നിലനിർത്തി പോകണം, ഇതിന്ന് താഴോട്ടിറങ്ങല് അവർക്ക് മുകളിലോട്ട് പോകാൻ താല്പര്യമില്ല, അവരെ കൊണ്ടത് സാധിക്കുകയുമില്ല. എന്നാൽ ഉള്ളതിനെ നിലനിർത്തി പോകണം. അപ്പന്റെ ആഗ്രഹം വീട് പരിപാലിക്കണം, മക്കളെ എല്ലാവരെയും ഈ രീതിക്ക് നശിച്ചു പോകാതെ നല്ലൊരു നിലവാരത്തിൽ കൊണ്ടുപോകണം, കുടുംബകാര്യങ്ങളൊക്കെ നോക്കണം, എല്ലാ കാര്യങ്ങളും മുൻപിലേക്ക് കൊണ്ടുപോകണം. ശമൂവേൽ പ്രവാചകനെ സംബന്ധിച്ച് ദൈവം പറഞ്ഞ പ്രവചനം പോലെ ദാവീദിനെ അഭിഷേകം ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം ദൈവത്താൽ നിയോഗത്താൽ തിരിച്ചു മടങ്ങിപ്പോയി. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിനകത്തേക്ക് ഒന്ന് നോക്കൂ. ദാവീദ് കാട്ടിനകത്താണ്, ദാവീദ് വനാന്തരങ്ങളിലാണ്. ഓരോ ദിവസവും ഓരോ പച്ചപ്പ് മേടുകൾ ഇങ്ങനെ മാറി മാറി ആടുമായിട്ട് കൊണ്ടുപോവുകയാണ്. നോക്കിയോടെ, അഭിഷേകമുള്ളവൻ കാട്ടിനകത്ത്, ദൈവാത്മാവിനെ ചിന്തിപ്പിച്ച ഒരു ചിന്തയാണ്, അഭിഷേകമുള്ളവൻ കാട്ടിനകത്ത് അഭിഷേകത്തെ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു, അഭിഷേകത്തെ അഭ്യസിക്കുകയായിരുന്നു. ഒന്നുകൂടി കർത്താവിന്റെ ഹൃദയത്തിനകത്ത് വളരെ ഡീപ്പായിട്ട് ഇടപെട്ട വചനത്തെ ഞാൻ നിങ്ങൾക്ക് കൈമാറി തരുന്നു. ശരിക്കും പറഞ്ഞ ദാവീദ് അഭിഷേകത്തിൽ ആനന്ദിക്കുകയായിരുന്നു. ഇത് പട്ടണം അറിഞ്ഞില്ല, ഇത് വീടറിഞ്ഞില്ല, ഇത് സഹോദരന്മാരറിഞ്ഞില്ല, ഇത് രാജാവ് അറിഞ്ഞില്ല, ഇത് അഭിഷേകം കൊടുത്ത ശമൂവേൽ പോലും അറിഞ്ഞില്ല. വനത്തിനകത്ത് ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് അഭിഷേകത്തിൽ ആനന്ദിക്കുകയായിരുന്നു. സ്തോത്രം. നിങ്ങൾക്കത് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? വചനത്തോട് ചേർന്ന് സ്തോത്രം, ദാവീദ് അഭിഷേകത്തെ സെലിബ്രേറ്റ് ചെയ്യുകയായിരുന്നു വനത്തിനകത്ത്. അവിടെ കൊട്ടാരമില്ല, മന്ത്രിയില്ല,
കുന്തമില്ല, വാളില്ല, പരിവാരങ്ങളില്ല, രഥചക്രങ്ങളൊന്നും അവിടെ ഇല്ല. പക്ഷേ ഒരു രാജാവിനെ പോലെ വനത്തിനകത്ത് അഭിഷേകത്തെ സന്തോഷിച്ചുകൊണ്ട് ദാവീദ് നടക്കുകയായിരുന്നു. അതേ അഭിഷേകം നമ്മുടെ തലയിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ തലവിൽ രാജകീയ അഭിഷേകം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷം ആരും നമ്മുടെ അടുത്തില്ലെങ്കിലും അതൊരു ആനന്ദ അഭിഷേക നദി പോലെ ഒഴുകാൻ വേണ്ടി പോകുകയാണ്. എത്ര പേർക്ക് ഇത് പിടികിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാടായാലും വനമായാലും ആരും കൂടെ ഇല്ലെങ്കിലും, കൊട്ടാര സമമായ സാഹചര്യങ്ങൾ ജീവിതത്തിനകത്തില്ലെങ്കിലും ആമേശ്വരം അഭിഷേകത്തെ ദാവീദ് അവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ നോക്കൂ, അവിടെ ദാവീദിനെ സന്തോഷിപ്പിക്കുന്ന പുറം ലോകത്തെ ഒരു കാര്യവും അവിടെ ഇല്ല. പക്ഷേ ദാവീദ് അവിടെയൊക്കെ ഏറ്റവും മികച്ചവനും സന്തോഷമുള്ളവനുമായി തീർന്നു. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ അങ്ങനെ ആത്മാവിൽ ചലിപ്പിക്കട്ടെ. ഇന്ന് രാത്രികാലം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവിക സന്ദേശത്തിനകത്ത് കയറി വരികയാണ്. ഈ ചിന്ത നിങ്ങളുടെ അകത്ത് തന്നെ കിടക്കട്ടെ. അത് കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാക്കി. ഇതിനകത്തുള്ള എല്ലാവരെയും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഒരു കാര്യം വിശ്വസിച്ചോണം, ഇതിനകത്തുള്ള ഓരോ വ്യക്തിക്കും സ്വർഗം തുറക്കപ്പെടുന്ന രാത്രിയാണ്. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും സ്വർഗം തുറക്കുന്ന രാത്രിയാണെന്ന്. ഇനി ഇതിനു ശേഷം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയും സ്വർഗം തുറക്കുന്നതായി തീരാൻ വേണ്ടി പോവുകയാണ്. ആരൊക്കെ ഈ മെസ്സേജ് കേൾക്കാൻ പോകുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, അവർക്കൊക്കെ വേണ്ടി സ്വർഗം തുറക്കുന്ന ഒരു രാത്രിയാക്കി ഇന്ന് രാത്രി ദൈവം മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നോക്കണേ, ഇവിടെ ഒരു ദൈവം എനിക്ക് തന്നിരിക്കുന്ന സന്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയാണ് ഉള്ളത്. ഒരു ചോദ്യമാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും പ്രസംഗം കേട്ട് ഇങ്ങനെ ഒത്തിരി പ്രസംഗം കേട്ടും പ്രസംഗിച്ചും ഒക്കെ ഇരിക്കുകയല്ലേ. പക്ഷെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന പ്രസംഗം ഒരു ചോദ്യമാണ്. സ്തോത്രം. കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായി. സ്തോത്രം. ഈ കാലഘട്ടം, ഈ സമകാലികമായ നാം ജീവിക്കുന്ന, നമ്മളെപ്പോലെ ദൈവത്തെ ആരാധിക്കുന്ന, ശുശ്രൂഷിക്കുന്ന, കൈയടിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, അന്യഭാഷ പറയുന്ന വിവിധ രീതികളിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന സഭകളും ഡിനോമിനേഷനുകളും വിവിധ രീതിയിലെ സ്നാനങ്ങളും അങ്ങനെ ദൈവത്തെ പിൻപറ്റുന്ന, ജീവനുള്ള ദൈവത്തെ പിൻപറ്റുന്നു എന്ന് പറഞ്ഞ് വചനത്തെ പിൻഗമിക്കുന്ന, കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒത്തിരി ആൾക്കാർ ജീവിക്കുന്ന ഈ സമകാലികമായ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്, ആത്മവിവശതയുടെ ആവശ്യമുണ്ടോ? സ്തോത്രം. ഇതിനകത്ത് നിന്നുകൊണ്ട് നമ്മളിന്ന് രാത്രി സ്വർഗം തുറക്കാൻ വേണ്ടി പോകണം. ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി വളരെ വലിയ ആത്മീക വിശപ്പ് നമ്മുടെ അകത്തുണ്ടാകട്ടെ, ആത്മീക ദാഹം നമ്മുടെ അകത്തുണ്ടാകട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ കാലഘട്ടത്തിൽ കാണുന്ന ഈ റെവലേഷനുകൾ മറന്നുറയുന്നത്, മറ്റൊരു ആത്മീക ലോകത്തേക്ക് കൊണ്ടുപോകുന്നത്, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഞങ്ങൾ ഇന്നലകളിലും അന്യഭാഷ പറഞ്ഞു, ഞങ്ങൾ ഇന്നലകളിലും പാടി, ഞങ്ങൾ ഇന്നലകളിലും ദൈവത്തെ സ്തുതിച്ചു, ഞങ്ങൾ ഇങ്ങനെ പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിനകത്തും ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യം വന്നില്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ഡീപ്പായിട്ടുള്ള, ഇങ്ങനൊരു വിവശതയുടെ ആവശ്യകത ഉണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ചില ദൈവദാസന്മാർ മാത്രം ഇങ്ങനെ പ്രസംഗിക്കുന്നു. ആത്മവിവശതയിലേക്ക് പോകുക, അവരുടെ ലൈഫിലെ മെസ്സേജ് മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും. ചിലപ്പോ അവർ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ മൊത്തം ആത്മാവിന്റെ വിവശതയിൽ നടത്തിപ്പോ നിയോഗങ്ങളും ഒക്കെ ആയിരിക്കും. സ്വർഗം തുറക്കുന്നതും സ്വർഗത്തിനകത്തുള്ള വിഷയങ്ങളൊക്കെ ആയിരിക്കും. സ്തോത്രം. അപ്പൊ ചിലരെങ്കിലും, ചിലരല്ല, 100% ഞാൻ പറയാം, സ്തോത്രം, പലരും വളരെ വിമർശനാത്മകമായ ചിന്തയോടുകൂടി സഭയുടെ അകത്തു നിന്നും ആത്മീക ചലനമുള്ള വ്യക്തികളും സഭയ്ക്ക് പുറത്തുള്ള വ്യക്തികളും ഒക്കെ ഇത് ചിന്തിക്കുന്നുണ്ട്. സ്തോത്രം. ഇത് ഇങ്ങനെ ഒരു വിവശതയുടെ ആവശ്യമുണ്ടോ? ഞാനിതിന്റെ ഒരു ആമുഖമാണ് പറഞ്ഞു വരുന്നത്. സ്തോത്രം ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ആവശ്യകത ഉണ്ടോ? സ്തോത്രം. ശരിക്കും ആൻറ്റി വർഷിപ്പ് ചെയ്യുമ്പോൾ നന്നായിട്ട് വർഷിപ്പ് ചെയ്യുന്നു, നന്നായിട്ട് പാട്ട് പാടുന്നു. ഞാനും ഈ കവല പ്രസംഗങ്ങൾക്ക് വേണ്ടി പോകാറുണ്ട്. അതൊരു കുറഞ്ഞ പരിപാടിയൊന്നുമല്ല, അത് ഏറ്റവും വലിയ മഹത്വരമായ കാര്യമാണ്. ആരും കേൾക്കാനില്ലെങ്കിലും ഒറ്റയ്ക്ക് മൈക്കും പിടിച്ചു നിന്ന് റോട്ടിൽ നിന്ന് യേശുവിന്റെ സുവിശേഷത്തെ വിളിച്ചു പറയുക, യേശുവിന്റെ ആ നാമത്തിലൂടെയുള്ള പാപമോചനത്തെ വിളിച്ചു പറയുക. സ്തോത്രം. നോക്കണേ, അതൊക്കെ കർത്താവ് നമുക്ക് തരുന്ന ഒരു ആത്മീക നിയോഗവും
ആത്മീക സാന്നിധ്യവും ആത്മീക നിയോഗവും ഉള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ സ്തോത്രം, ഇങ്ങനൊരു ആത്മീക വിവശത, അതിനകത്തേക്ക് വരാം. ആത്മീക വിവശതയുടെ ആവശ്യമുണ്ടോ? സ്തോത്രം, ഇത്രക്ക് ശബ്ദമെടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്രക്ക് പിച്ച് വിട്ടൊക്കെ പാടുന്നത് പോലെ പാടേണ്ട കാര്യമുണ്ടോ? ഇത്രക്ക് ഒരു 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 സ്ട്രക്ചർ, ഒരു ബോഡി ഇല്ലാതെ ഒരു പ്രസംഗം, ഒരു എന്താ പറയുന്ന, ഒരു ഹ്യൂമനിറ്റീസ് അനുസരിച്ച്, പ്രാസംഗിക ശാസ്ത്രം അനുസരിച്ച്, വ്യാഖ്യാന ശാസ്ത്രം അനുസരിച്ച് അങ്ങനെ ഒരു ലെവലില്ലാത്തൊരു പ്രസംഗം, ആവേശം, ഇങ്ങനെയൊക്കെ പലരും വിമർശിക്കുന്നുണ്ട്. ഇതിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ഇന്ന് രാത്രിക്കാലം നമ്മുടെ ഹൃദയത്തോട് നോക്കി വചനത്തോട്, ദൈവമേ, ഇന്ന് രാത്രിക്കാലം ഞങ്ങൾ ഈ വചനത്തിനകത്ത് കയറുകയാണ്. ഇന്ന് രാത്രി നീ എന്നോട് സംസാരിക്കണമേ. ഇതിനകത്തുനിന്ന് ഒരു ദൂത് വരുന്നെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന ഒരു രാത്രിയാക്കി മാറ്റണമേ. പ്രധാന വിഷയം ഇത് തന്നെയാണ്. സ്വർഗം എന്ന് രാത്രിക്കാലം ദൈവം തുറക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതെ, ഒരു ആത്മീക വിവശതയുടെ ആവശ്യമുണ്ടോ? സ്തോത്രം. ഒരുപാട് മീഡിയാസിന്റെ ക്ലിപ്പുകൾ യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും ജനം അഭിഷേകത്തിലാകുമ്പോൾ ചിലര് ആത്മവിവശതയിൽ വീഴുന്നു, ചിലര് ആത്മവിവശതയിൽ ആത്മാവിൽ നൃത്തം ചെയ്ത് ആദ്യമായിട്ടായതൊക്കെ മറിഞ്ഞു വീഴുന്നു, തുറച്ചു വീഴുന്നു. ചിലര് പല ആവർത്തികളിലും അത് തന്നെ അങ്ങനെ വീഴുന്നു. അവരെ കൊണ്ട് താങ്ങാൻ കഴിഞ്ഞ അവർ ഭയങ്കര പവറായിട്ട് ക്ലാപ്പ് ചെയ്യുന്നു, അവർ ഭയങ്കര പവറായിട്ട് അന്യഭാഷ പറയുന്നു, റെവലേഷൻസ് പറയുന്നു. ഓ സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ പറയട്ടെ, ആവേശപ്രിയ ദൈവവൈദ്യരെ, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇന്ന് രാത്രിക്കാലം ആവേശപ്രം ആ ഒരു ചോദ്യത്തിനും മറുപടി സ്വർഗം എന്നിലൂടെ, നിങ്ങളിലൂടെ ക്രിസ്തീയ സഭയ്ക്ക് നൽകുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ആമേശ്വരം ഇന്ന് രാത്രി ഈ മീറ്റിംഗ് ആമേശ്വരം ദൈവസഭയുടെ ഈ കാലഘട്ടത്തിൽ ഒരു നാഴികക്കല്ലായി മാറാൻ വേണ്ടി പോകുകയാണ്. ആമേസ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞ കുറച്ചുപേര് മാറി നിൽക്കുമ്പോൾ ആമേസ്തോത്രം, തികച്ചും ആത്മവിവശത ദൈവം നൽകുന്നതും, തികച്ചും ആത്മവിവശത ദൈവത്താൽ നൽകപ്പെടുന്നതും ദൈവസഭയുടെ ഏറ്റവും അനിവാര്യമാണെന്ന് ഇന്ന് രാത്രിക്കാലം ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതിനെ മാറ്റി ഒഴിച്ചു നിർത്തുവാൻ സാധ്യമല്ല. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാറ്റിവെക്കാം, നമ്മുടെ തീരുമാനങ്ങൾ ആമേശ്വരം നമ്മുടെ സ്ഥാപനങ്ങളിൽ കൊണ്ടുവരാം. പക്ഷേ ആമേശ്വരം ദൈവസഭയ്ക്കകത്ത് എന്ത് നടക്കണമെന്ന്, എങ്ങനെ പോകണമെന്ന് സ്വർഗമാണ് തീരുമാനിക്കുന്നത്. ഇന്ന് രാത്രിക്കാലം സ്വർഗം തീരുമാനിക്കുന്ന ചില വചനങ്ങളെയാണ് ഞാൻ നിങ്ങളുടെ കൺമുമ്പിലേക്ക് ആത്മാവിൽ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒരു ആത്മീക വിശപ്പ് നമുക്കുണ്ടായിരിക്കണം. കേൾക്കുന്നവർക്ക് ഒരു ആത്മീക വിശപ്പുണ്ടെങ്കിൽ ദൈവാത്മാവ് ഒത്തിരി റെവലേഷൻസ് നമുക്ക് തരുവാനായിട്ടിടയായി തരും. ഇവിടെ യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി. ഈ സബ്ജക്റ്റ് അത് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിവശത എന്ന വിഷയത്തെ മാത്രം ഒന്ന് തൊടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരു പാസ്റ്ററെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വിവശതയിലേക്ക് കടക്കാമെന്നല്ലേ ബൈബിൾ പറയുന്നത്? ഒരാമേ പറയൂ. ഹല്ലേലൂയ. അപ്പോ ആത്മവിവശതയിലേക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു അഭിഷിക്തനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രവേശിക്കാമെന്ന് ബൈബിളിന്റെ സാഹചര്യത്തിനകത്തൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. കാരണം ബൈബിളിന്റെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്ന അപ്പോസ്തലനായ യോഹന്നാൻ ആത്മവിവശതയിലാണ് ഇതൊക്കെ കണ്ടതും കേട്ടതും എഴുതിയതും. അപ്പോൾ പാസ്റ്റർക്ക്, ഒരു അപ്പോസ്തലന് ആത്മവിവശത ആ സ്വർഗം കൊടുക്കുന്നെങ്കിൽ അർത്ഥമെന്താണ്? ആമേസ്തോത്രം, ഹല്ലേലൂയ. ആ സഭയ്ക്കും അത് അനുവദനീയമെന്നാണ്. ഒരാമേ കൂടെ പറയാമോ? സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഇതിനെ ആരാണ് തടക്കുന്നത്? അപ്പൊ ഇതിന്റെ അജണ്ട എന്താണ്? ആത്മവിവശതകളെ തടുക്കുന്നവർക്കറിയാം. ആത്മവിവശതയിലേക്ക് പോകുമ്പോൾ സ്വർഗം തുറക്കുന്ന ശുശ്രൂഷകൾ വെളിപ്പെടും. ആത്മവിവശതയിലേക്കൊക്കെ കയറി പോകുമ്പോൾ ദൈവരാജ്യത്തെ ഭൂമി തുറക്കുന്ന ശുശ്രൂഷകൾ വെളിപ്പെടും. അങ്ങനെ ഉണ്ടായാൽ പിശാചിന്റെ അജണ്ടകൾ തകരും. അങ്ങനെ ഉണ്ടായാൽ സഭയ്ക്ക് വലിയ ഗ്രോത്ത് ഉണ്ടാകും. പുതിയ ശുശ്രൂഷകന്മാർ എഴുന്നേക്കും. ദൈവവചനത്തിന്റെ റെവലേഷനുകൾ ദൈവസഭകളെ പിടിച്ചു കുലുക്കും. അസാധാരണമായ ഗ്രോത്തിനകത്തേക്ക് കടന്നു പോകും. ഒത്തിരി അവിശ്വാസികൾ വിശ്വാസത്തിനകത്തേക്ക് കയറി വരും. സ്തോത്രം. മനുഷ്യൻ പറഞ്ഞിട്ടും
മനുഷ്യൻ പറഞ്ഞിട്ടും മനസ്സിലാകാത്ത സുവിശേഷം സ്വർഗം തുറന്നു കഴിയുമ്പോൾ ഹൃദയം തുറന്ന് ജനം അത് സ്വീകരിക്കാൻ തയ്യാറാകും. കാരണം അതൊരു മനുഷ്യനല്ല പറയുന്നത്, ദൈവരാജ്യം തുറന്ന് അഭിഷിക്തന്മാർ, അഭിഷിക്തദാസന്മാർ, ദാസിമാർ, വിശ്വാസികൾ സ്വർഗം തുറക്കുന്ന ശുശ്രൂഷയുമായി ഈ ദിവസങ്ങൾ മുമ്പിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ഇന്ത്യ മഹാരാജ്യം മാത്രമല്ല ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ സ്വർഗം തുറക്കുന്ന ശുശ്രൂഷ നമ്മുടെ ഇടയിൽ ഈ കാലഘട്ടത്തിൽ ഈ തലമുറയിൽ തന്നെ സ്വർഗം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ആത്മാവിൽ ചോദിക്കുകയാണ്, ആർ യു റെഡി? നിങ്ങൾക്ക് ഇതിന് താല്പര്യമുണ്ടോ? നിങ്ങൾ ഇതിന് തയ്യാറായിരിക്കുകയാണ്? സ്വർഗം തുറക്കുന്ന ഒരു ശുശ്രൂഷ അതെന്നിലൂടെ ദൈവം ചെയ്യാൻ വേണ്ടി പോകുകയാണ്. അത് എന്റെ തലമുറയിലൂടെ ദൈവം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ സഭയിലൂടെ ദൈവം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് എന്റെ ആത്മീകമായിട്ടുള്ള കോ പാർട്ണറിലൂടെ, അത് എന്റെ ആത്മീക കൂട്ടുകെട്ടിലൂടെ, എന്റെ ആത്മീക ഫ്രണ്ട്ഷിപ്പിലൂടെ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന പാസ്റ്ററിലൂടെ, ഞാൻ സ്നേഹിക്കുന്ന വിശ്വാസിയിലൂടെ, നമ്മുടെ ഒരപ്പത്തിന് അവകാശിയായ വിശ്വാസിയുടെ പാസ്റ്ററിലൂടെ സ്വർഗം തുറക്കുന്ന ഒരു ശുശ്രൂഷ ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് വേണ്ടി തുറന്നു വയ്ക്കുകയാണ്. ഇന്ന് രാത്രികാലം ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. എനിക്കറിയാം ദൈവത്തിന്റെ ആത്മാവ് ഈ മീറ്റിംഗിനകത്ത് ഇടപെടുന്നതെന്ന് വളരെ ശക്തമായി ഞാൻ മനസ്സിലാക്കുകയാണ്. ഇന്ന് രാത്രികാലം യോഹന്നാൻ ആത്മവിവശതയിലായി എന്ന ഒറ്റ കാരണം കൊണ്ട് സ്വർഗം യോഹന്നാന് തുറക്കപ്പെട്ടു. നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. കാരണം കർത്താവ്, തേജോമനെ കർത്താവ് പത്മോസ് യോഹന്നാന്റെ അടുത്ത് നിന്നപ്പോൾ മനുഷ്യ ശരീരത്തിലിരിക്കുന്ന യോഹന്നാൻ ആത്മവിവശതയിലായി. സ്തോത്രം. ഒരു മനുഷ്യനാണെങ്കിൽ അങ്ങനെ ആയിത്തീർന്നിരിക്കും. സ്തോത്രം. യോഹന്നാൻ അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ്, ഞാൻ മരിച്ചവനെ പോലെ ആയിത്തീർന്നു. ഞാൻ ഭയപ്പെട്ട് പേടിച്ച് കവിഴ്ന്നു വീണോ. അപ്പോ യേശു പറയുന്നൊരു ശബ്ദമാണ്, ഭയപ്പെടേണ്ട. അപ്പോ ആത്മവിവശത, സ്തോത്രം, കർത്താവ്, തേജോമനെ കർത്താവ് ഇറങ്ങി നിൽക്കുന്ന സാന്നിധ്യം, നാം ഇതുവരെ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യത്തെക്കാളും വലിയൊരു അധികമായ ഒരു പവർ, അധികമായ ഒരു ദൈവശക്തി, ഒരൊറ്റ വാക്കിൽ സ്വർഗം എന്നൊക്കെ പൂർണ്ണതയോടുകൂടി പറയാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യത്തിന്റെ നിറവിനകത്തേക്ക് യേശുവിന്റെ പ്രസൻസ് നമ്മളെ എത്തിച്ചേർക്കുമ്പോൾ സ്തോത്രം, അതൊരു വലിയ ആത്മനിറവിലേക്ക് കയറി പോകുന്നു. സ്തോത്രം. ഞാൻ പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് ആത്മാവിൽ സെൻസ് ചെയ്യാൻ കഴിയുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ സ്വർഗം എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്നവർ പല രീതിക്കാണ് ഏറ്റെടുക്കുന്നത്. പക്ഷേ ആത്മവിവശതയിലായി ആത്മാവിൽ നിറഞ്ഞ് അങ്ങോട്ട് മാറി കഴിഞ്ഞിട്ട് സ്വർഗം എന്നൊക്കെ പറയുമ്പോൾ സ്തോത്രം, അത് അവന്റെ കണ്ണുപോയി തുറന്നു വരികയാണ്. ഹല്ലേലൂയ. കാരണം ആത്മവിവശതയിൽ കയറിയവരൊക്കെ സ്വർഗം തുറന്നവരാണ്. ഞാൻ നിങ്ങളോട് വചനത്തിനകത്തുനിന്ന് ആവേശത്തിൽ തെളിവ് തരാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ രാത്രി മുതൽ വളരെ ശക്തമായി ദൈവം എന്നോട് ഇടപെടുന്ന ദൈവവചനങ്ങളാണ്. ഇന്ന് രാത്രിയിൽ ഞാനത് എഴുതി വളരെ ശക്തമായി നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്തോത്രം. ഒന്നാമത്തെ കാര്യം, ആവേശത്തിൽ ഒരു ദൈവസഭയ്ക്ക് ആത്മവിവശത ആവശ്യമാണ്. സ്തോത്രം. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ആത്മവിവശത ആവശ്യമാണ്. അതൊരു പാസ്റ്റർ അടുത്ത് വരുമ്പോഴല്ല, അതൊരു വിശ്വാസി അടുത്ത് വരുമ്പോഴല്ല, അത് എന്തെങ്കിലും ലോൺ പാസ്സാകുമ്പോഴല്ല. സ്തോത്രം. ഹല്ലേലൂയ. അത് ഒന്നുമില്ലെങ്കിലും സ്തോത്രം. അത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എല്ലാം പ്രതികൂലമാകുമ്പോഴും എല്ലാ പ്രതിസന്ധിയുടെ നടുവിലും സ്തോത്രം ദൈവസന്നിധിയിലേക്ക് മുട്ടുകുത്തുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോഴും നമുക്ക് ആത്മവിവശത ഉണ്ടായിരിക്കണം. അതാണ് ശരിയായിട്ടുള്ള ആത്മവിവശത. ഞാനിനെ കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് അതിനകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണമേ. ആത്മവിവശതയ്ക്കകത്തേക്ക് ബൈബിളിനകത്ത് ആരൊക്കെ കയറിപ്പോയിട്ടുണ്ടോ അവരൊക്കെ ദൈവരാജ്യത്തെ തുറന്നവരാണ്, സ്വർഗത്തെ തുറന്നവരാണ്, സ്വർഗത്തെ തൊട്ടവരാണ്. ഇന്ന് രാത്രികാലം അഭിഷേകത്തോടെ ആത്മനിറവെന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, ആത്മവിവശതയ്ക്കകത്ത് കയറിയ നിങ്ങൾക്ക് സ്വർഗത്തെ തുറക്കാൻ കഴിയും. യോഹന്നാൻ അതല്ലേ പറഞ്ഞു വെച്ചത്, യേശു ആരാ? സ്വർഗത്തേക്കാൾ വലിയവൻ. അപ്പൊ യോഹന്നാൻ ആരെ കണ്ടു?
സ്വർഗത്തേക്കാൾ വലിയവനെ കണ്ടോ? ആമേ സ്തോത്രം, ഹല്ലേലൂയ. അതിനർത്ഥം എന്താന്നല്ലേ? അമ്മനൊന്ന് ചിന്തിച്ചു നോക്കൂ. ആമേ സ്വർഗം മുഴുവനും യോഹന്നാന് തുറന്നു കിട്ടിയെങ്കിൽ അതിനകത്ത് ആശ്ചര്യപ്പെടാൻ മറ്റൊന്നുമില്ല. സ്വർഗത്തെക്കാളും വലിയവനെ യോഹന്നാൻ കണ്ണാലൂടെ കണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കാൻ കഴിയുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇന്ന് രാത്രിക്കാലം വേഗത്തിൽ ഞാൻ മുൻപിലേക്ക് കടന്നു പോവുകയാണ്. അപ്പോ ആത്മവിവശത ആമേ പുതിയ തലമുറകളിലേക്ക് അത് കൈമാറപ്പെടട്ടെ. ആത്മവിവശത സഭകളിലെ എല്ലാ മീറ്റിങ്ങുകളിലും നിരന്തര സംഭവമായി മാറട്ടെ. ആത്മവിവശത നമ്മുടെ എല്ലാ പവർ മീറ്റിങ്ങുകളും സംഭവിക്കട്ടെ. ആത്മവിവശത എല്ലാ ഉപവാസ പ്രാർത്ഥനകളും സംഭവിക്കട്ടെ. കാരണം ആത്മവിവശതയ്ക്കകത്ത് കയറിയവരൊക്കെ സ്വർഗം തുറന്നിരിക്കുകയാണ്. എനിക്ക് കർത്താവ് ഒത്തിരി ബോധ്യം തരുന്നുണ്ട്. ഞാൻ അതിനകത്ത് നിന്നാണ് ഈ വചനങ്ങൾ ഇങ്ങനെ സാധിക്കുന്നത്. അപ്പോ യോഹന്നാന് ആത്മവിവശത കിട്ടിയത് കൊണ്ട്, യോഹന്നാൻ ആത്മവിവശനായതുകൊണ്ട് യോഹന്നാൻ അവിടെ തേജോമന കർത്താവിനെ കണ്ടു. സ്തോത്രം, ഹല്ലേലൂയ. ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞിട്ട് ഈ വിവശതയ്ക്കകത്തേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, യോഹന്നാൻ കരഞ്ഞു വന്ന് വെളിപ്പാട് പുസ്തകത്തിനകത്ത് കാണുന്നു. എന്തിനാ കരഞ്ഞത്? യോഹന്നാന്റെ ശരീരത്തിനകത്ത് അടികൊണ്ടതും തിളച്ച എണ്ണയ്ക്കകത്ത് എടുത്തിട്ടതും തന്റെ ശരീരം മുറിഞ്ഞിരിക്കുന്നതും വാർദ്ധക്യ സഹജമായി മുറിവോർത്തല്ല കരഞ്ഞത്. സ്വർഗത്തിൽ അവരൊരു പുസ്തകം കണ്ടു. സ്തോത്രം. നിങ്ങൾ എന്റെ കൂടെ ആത്മീകമായി സഞ്ചരിക്കുന്നുവെന്ന് ഞാൻ ആത്മാവിൽ കരുതുന്നു, വിശ്വസിക്കുകയാണ്. ആ പുസ്തകം തുറക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. വല്ലോ മനസ്സിലായോ? വെളിപ്പാട് കണ്ടെത്തിയ ദൈവഭക്തൻ ഇവിടെ കരയുകയാണ്. അതിന്റെ രഹസ്യം അവന് മറഞ്ഞിരിക്കുകയാണ്. അവൻ കരഞ്ഞു. അവൻ കരഞ്ഞപ്പോഴൊരു ശബ്ദം, അവൻ ഇത് ആർക്കും തുറക്കാൻ പറ്റില്ല. പക്ഷേ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ മുദ്രകളെ പൊട്ടിക്കുവാൻ യോഗ്യതയുള്ളവനായി ജയിച്ചവനായി ഉള്ളത് കൊണ്ട് നീ കരയണ്ട. നീ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് സ്വർഗം പ്രവർത്തിക്കുകയാണ്. ഇന്ന് രാത്രി എന്തെങ്കിലുമൊക്കെ മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്വർഗം തുറക്കുക മാത്രമല്ല, അതിനകത്തിരിക്കുന്ന പുസ്തകം കണ്ടിട്ട് ആമേശ്വരം അതിനകത്ത് എന്താണെന്ന് അറിയാൻ പറ്റാതെ ആമേശ്വരം യോഹന്നാൻ കരുതപ്പോ അതുപോലെ സ്വർഗം അവന്റെ മുമ്പിൽ തുറന്നു കൊടുത്തെങ്കിൽ ആത്മവിവശത നിങ്ങൾ ദൈവരാജ്യത്തിന്റെ അസാധാരണമായ മേഖലയിലേക്ക് കൈമാറ്റം ചെയ്യുകയാണ്, ചെയ്യുകയാണ്. ആത്മവിവശത നിങ്ങളെ ദൈവരാജ്യ മഹത്വത്തിനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ദൈവരാജ്യത്തിനകത്ത് ഓരോ മേഖലകളിലേക്കും ദൈവാത്മാവ് നിങ്ങളെ സഞ്ചരിപ്പിക്കുകയാണ്. അതുകൊണ്ടല്ലേ യോഹന്നാൻ പറയുന്നത്, ഞാൻ അവിടെ അങ്ങനെ കണ്ടു. ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും ഓരോ കുതിരകൾ വരുന്നു. ഓരോ കാഴ്ചകളും സ്വർഗത്തിനകത്ത് വച്ചിരിക്കുന്നത് യോഹന്നാന് വെളിപ്പെട്ട് കിട്ടുകയാണ്. എന്തുകൊണ്ട് വെളിപ്പെട്ടു? പ്രിയ ദൈവമക്കളെ, സ്വർഗം തുറന്നതിന്റെ ആത്മീകമായ ഒരു ഗേറ്റ് ഞാൻ പറഞ്ഞു തരാം. യോഹന്നാൻ ആത്മവിവശതയിലായി. ഒരാമേ പറയാമോ? ഇന്ന് രാത്രി മുതൽ പ്രാർത്ഥിക്കുമോ? ആമേ ഓർത്തോണം, ഇതിന് കുറഞ്ഞൊരു പരിപാടി ഇല്ല കർത്താവ് എന്ന് പറയണം. എനിക്ക് ആത്മാവിൽ നിറയണം. എനിക്ക് ആത്മാവിൽ നിറഞ്ഞൊരു പ്രാർത്ഥന എന്റെ റൂമിന്റെ അകത്ത് പ്രയർ ആകട്ടെ, എന്റെ സഭയ്ക്കകത്ത് പ്രയർ ആകട്ടെ. ഒരു കൺവെൻഷൻ മീറ്റിംഗ് ആയ പോലും ആമേശ്വരം ഞാൻ ആത്മാവിൽ നിറഞ്ഞു നിൽക്കാനേ ആഗ്രഹിക്കുന്നുള്ളൂ. അതിൽ കുറഞ്ഞൊരു പരിപാടി ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ മേൽ അഭിഷേകം കടപ്പുണ്ടെങ്കിൽ എന്നെ ആത്മാവിൽ നീ നിറച്ചേ പറ്റൂ. എന്നെ ആത്മവിവശതയിലേക്ക് എന്നെ നീ നയിച്ചേ പറ്റൂ. യേശു പറഞ്ഞു, ഉപമകളാൽ ദൈവരാജ്യത്തെ കുറിച്ച് ഉപമകളാൽ പലരോടും പറഞ്ഞു. പക്ഷെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയാൻ വരം ലഭിച്ചിരിക്കുകയാണ്. വല്ലോ മനസ്സിലായോ? ആവേശോത്രം ഹാലേലൂയ. മീറ്റിങ്ങിന് വരുന്നവര് ആവശ്യക്കാർക്ക് ഉപമകളാൽ അത് കാര്യം തെളിവാക്കി കൊടുത്തു. പക്ഷെ ഇതിന്റെ അറിയാൻ വിളിക്കപ്പെട്ട ചില ദൈവമക്കളുണ്ടാ. ഇന്ന് രാത്രികാലം അവർ ഈ ആത്മവിവശതയെ ഫോളോ ചെയ്യും. അവർ ഈ ആത്മവിവശതയ്ക്കകത്ത് കേറും. ആര് കളിയാക്കിയാലും ആര് പരിഹസിച്ചാലും ആത്മനിറവ് വേണമെന്ന് പറഞ്ഞ ആമേശ്വരം ഹല്ലേലൂയ. ആത്മനിറവ് എനിക്ക് വേണമെന്ന് പറഞ്ഞ ആത്മനിറവുള്ള ഒരു ജീവിതം എനിക്ക് വേണം. ആത്മവിവശത ഉള്ളൊരു ആത്മീക സാന്നിധ്യം എനിക്ക് വേണം. എനിക്കും ആത്മവിവശതയ്ക്കകത്ത് കയറണം. എനിക്കും ആത്മവിവശതയ്ക്കകത്ത് കയറണമെന്ന് ആരെങ്കിലും ഒക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി മുതൽ ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റുകയാണ്. അപ്രസക്തമായ ചോദ്യത്തിനകത്തേക്ക് കയറുകയാണ്. ഇങ്ങനെ രാത്രി ദൈവനോട് ചോദിച്ചൊരു ചോദ്യം, ആമുഖത്തെ അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് അപ്രസക്തമായ ചോദ്യത്തിനകത്തേക്ക് കയറുകയാണ്.
സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഈ സൂം മീറ്റിങ്ങിനകത്ത് വരുന്നു, ഈ ഗൂഗിൾ മീറ്റിങ്ങിനകത്ത് വരുന്നു. പലയിടങ്ങളിലും ഭയങ്കര മീറ്റിങ്ങുകൾ നടക്കുന്നു. കുഞ്ഞു കുഞ്ഞു മീറ്റിങ്ങുകൾ മുതൽ വലിയ ഹെവി രീതിയിൽ ചെയ്യുന്ന മീറ്റിങ്ങുകൾ വരെ നടക്കുന്നു. വലിയ ഉണർവുകൾ സംഭവിക്കുന്നു. ഇതുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ, എനിക്കുള്ള ഉപയോഗം എന്താണ്? നിങ്ങൾക്കുള്ള ഉപയോഗം എന്താണ്? ഇന്ന് രാത്രി നടക്കുന്ന മീറ്റിംഗ് കൊണ്ട് നിങ്ങൾക്കുള്ള ഉപയോഗം എന്താണ്? നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കുക എന്നതിനേക്കാൾ അപ്പുറമായി ഈ മീറ്റിങ്ങുകൾ കൊണ്ട് നിങ്ങളുടെ രോഗം സൗഖ്യമാകുക എന്നതിനപ്പുറമായി, നിത്യജീവൻ പ്രാപിക്കുക എന്നതിനപ്പുറമായി നിങ്ങൾക്കുള്ള ഉപയോഗം എന്താണ്? അതെ, ദൈവത്തോട് ചേർന്നിരിക്കുന്നവനെ, ദൈവത്തോട് ചേർത്ത് നിർത്തുന്നവനെ ദൈവം ആത്മവിവശതയെ കൊണ്ടുപോകും. അങ്ങനെ പോകുന്നവരെ ഒക്കെ സ്വർഗം തുറക്കുന്ന മേഖലകളിലേക്ക് ഈ കാലഘട്ടത്തിൽ ദൈവം എടുക്കപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ, കർത്താവെ ഞാൻ അതിനകത്തുണ്ടെന്ന് പറഞ്ഞ് ആത്മാവിൽ കയറി വരുവാൻ ബലപ്പെടുന്നവരെ ഓർത്ത്, ധൈര്യപ്പെടുന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, അവൻ എടുക്കപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ഏലിയാവ് ശക്തമായൊരു പ്രോഫറ്റ് ആയിരുന്നു. അവൻ പറയാൻ പോകുന്നതിന്റെ പവർ എന്താന്ന് ആ പ്രവാചകൻ അറിയാം. അത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ ആ രീതിക്ക് എന്നെ കൊട്ടാരത്തിനകത്ത് കയറി പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ ഇനി സംഭവിക്കാൻ പോകുന്നില്ല. കൊട്ടാരത്തിനകത്തൊക്കെ ചെന്ന് അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ആരും കേൾക്കുന്നുമില്ല. പക്ഷെ രാജാവിനെ വെല്ലുന്ന രാജകീയ ശബ്ദത്തെക്കാളും അഭിഷേകത്തിന്റെ നിറവോടുകൂടി ആത്മനിറവിൽ നിന്നുകൊണ്ട് ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യനെ വിവശനായ ഒരു മനുഷ്യന് അവിടെ കയറി നിന്ന് ആത്മാവിന് ദൂത് പിടിച്ചു പറഞ്ഞു. അവരുടെ നടുവെന്ന് ഏലിയാവ് അതുപോലെ ഇറങ്ങിപ്പോന്നു. കൊട്ടാരം മരവെച്ച് നിന്നു. ഇതല്ലേ സത്യത്തിൽ സംഭവിച്ചത്? എന്തുകൊണ്ട് ആർക്കും അവിടെ ഏലിയാവിനെ പിടിക്കാൻ പറ്റിയില്ല? ആർക്കും ഏലിയാവിന് വിരോധമായി ഒരു പ്രവൃത്തി പോലും ഇവിടെ ചെയ്യാൻ കഴിഞ്ഞില്ല. അർത്ഥം ഏലിയാവ് അങ്ങോട്ട് കയറുന്നപ്പോ ആത്മവിവശത കൊട്ടാരം നിറഞ്ഞങ്ങ് നിന്നു. നിറഞ്ഞു നിന്നപ്പോ കേട്ട ഭൂത വചനം ഇങ്ങനെ പറയുന്നു. വചനത്തിന്റെ ഭാഗത്തിലെ വചനമാണ് ഇത്. കേൾക്കുന്നവന്റെ കാതും മുഴങ്ങും. പ്രവചനം എന്നൊക്കെ പറഞ്ഞ ദൈവത്തിന്റെ പ്രവചനം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു ദൂതം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ കൊട്ടാരം മൊത്തം ആ ദൂതിന്റെ അകത്ത് ആവേശപുരം ചലിക്കാൻ പറ്റാതെ നിന്നു. ഹല്ലേലൂയ. ഏലിയാവ് അവരുടെ മുമ്പിലൂടെ ഇറങ്ങിപ്പോയത് പോലും അവരറിഞ്ഞില്ല. പിന്നെ ഏലിയാവിന് എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ. നിങ്ങൾ എന്റെ കൂടെ വരണം. ഹല്ലേലൂയ. സ്വർഗം വണ്ടി അയച്ചു കൊടുത്തു സ്വർഗത്ത് പോകാൻ. മനസ്സിലായോ? സ്വർഗം തുറന്ന് കയറിപ്പോകാൻ, സ്വർഗം സ്പെഷ്യൽ വണ്ടി ഏരിയാവൻ അയച്ചു കൊടുത്തു. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതൊരു പവർ മീറ്റിംഗ് പോലെ പോകാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ആത്മവിവശതക്കകത്ത് കയറി പോകുന്നവർക്ക് വേണ്ടി സ്വർഗം ദൈവം തുറന്നു കൊടുക്കുക. അത് പഴയ നിയമത്തിനകത്തും പുതിയ നിയമത്തിനകത്തും അങ്ങനെ തന്നെയാണ്. ആത്മവിവശതക്കകത്ത് ആരിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു, അവർക്കൊക്കെ വേണ്ടി സ്വർഗം തുറന്നു കൊടുക്കുകയാണ്. ഇത് കണ്ട് ഏലിശ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതെന്താ പരിപാടി? ഹല്ലേലൂയ. നോക്കിക്കോണേ, സ്തോത്രം. ഏലിയാവിന് എന്തൊക്കെ പറഞ്ഞാ പൊട്ടത്തലയാന്ന് വിളിച്ചില്ലേ, കളിയാക്കിയില്ലേ? പ്രിയരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ആത്മവിവശതയിൽ പോകുന്നത് കൊണ്ട്, അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പലരും കളിയാക്കിയെന്നിരിക്കും. സാരമില്ലെന്നേ, എല്ലാവരെയും കളിയാക്കിയാലും സ്വർഗം നിങ്ങളെ ചേർത്ത് പിടിക്കാനില്ല, സ്വർഗം നിങ്ങളെ അംഗീകരിക്കാനില്ലേ? ആരൊക്കെ കളിയാക്കിയിട്ട് തള്ളി പറഞ്ഞിട്ടും സ്വർഗം ഏലിയാവിന്റെ മുമ്പ് തുറന്നില്ലേ? ഒരാമേ പറയാമോ? ഉയരങ്ങൾ ഏലിയാവിന് വേണ്ടി തുറക്കപ്പെട്ടില്ലേ? അഗ്നിരഥങ്ങള്, അഗ്നി കുതിരകള്. എന്തോ ഒരു പ്രിവിലേജ് ആണ്. ഈ ലോകത്തെ രാജാവ് ഹല്ലേലൂയ മൊർദെഖായി എങ്ങനെ മാനിക്കണമെന്ന് ചോദിച്ചപ്പോ ഏറ്റവും നല്ല കുതിരപ്പുറത്ത് കുതിര വണ്ടിക്കകത്ത് അപ്പൊ സ്വർഗം രാജകീയമായ നിലവാരങ്ങള് അഗ്നി അശ്വങ്ങളും അഗ്നി രഥത്തിനകത്തും ഏലിയാവിനെ കയറ്റി സ്വർഗത്ത് കൊണ്ടുപോയെങ്കിൽ ഇത് പവർഫുള്ളല്ലേ? ഇന്ന് രാത്രി മുതൽ ആത്മവിവശത വിട്ടൊരു പരിപാടി ഇല്ലെന്ന് പറ. ഇന്ന് രാത്രി മുതൽ ഞാൻ ആത്മാവിൽ നിറയുവാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒക്കെ ഒരു വിടുതൽ പ്രാപിച്ചു പോകാനല്ല, എനിക്ക് നിത്യജീവൻ ഉണ്ടെന്ന് പറഞ്ഞ് വെറുതെ പോകുവാനല്ല. സ്വർഗം തുറക്കുന്നൊരു ശുശ്രൂഷ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. സ്വർഗം തുറക്കുന്നൊരു പ്രാർത്ഥന ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. സ്വർഗം തുറക്കുന്നൊരു കൃപാവരം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. സ്വർഗം തുറക്കുന്നൊരു ശുശ്രൂഷ
ഈ കാലഘട്ടത്തിൽ 2025 സ്വർഗം നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. അത് ആത്മാവിൽ ബോധ്യമുള്ളത് ഒരു ഹല്ലേലൂയ പാടിയാൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയാം, ദൈവം നമ്മുടെ മേൽ സ്വർഗം തുറക്കുന്ന ശുശ്രൂഷ ഈ കാലഘട്ടത്തിൽ തന്നിരിക്കുകയാണ്. ദൈവം നമ്മുടെ മേൽ സ്വർഗം തുറക്കുന്ന ഒരു ശുശ്രൂഷ നമുക്ക് തന്നിരിക്കുകയാണ്. അതിന്റെ ഡോറാണ് ഒരു ആത്മീക വിവശത. ചില വചനങ്ങൾ വേദപുസ്തകത്തിനകത്തു നിന്ന് കർത്താവിനെ ഓർമ്മപ്പെടുത്തിയ വചനങ്ങൾ വേദപുസ്തകത്തിനകത്തു നിന്ന് എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ ആ കാര്യത്തെ പ്രസ്താവിക്കുവാൻ, സ്ഥാപിക്കുവാൻ, തെളിവ് പറയുവാൻ ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്, ശരണപ്പെടുകയാണ്, സ്തോത്രം ചെയ്തു. ഒന്നാമത് നമ്മൾ വായിച്ച വേദഭാഗം തന്നെ. അപ്പോ ഇതിനേക്കാളും വലിയൊരു പ്രൂഫിന് പറയാനില്ല. സ്തോത്രം. വെളിപ്പാട് പുസ്തകം എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ യോഗെല്ലാം പറയൂ, ആവശ്യപ്പെടും എല്ലാം തീർന്നു നിന്നപ്പോ ഞാൻ ആത്മാവിൽ നിറഞ്ഞു. അവയ്ക്കകത്ത് ആത്മാവിൽ നിറയാൻ മറന്നു പോകല്ലേ, ആത്മാവിൽ നിറയാൻ മറന്നു പോകല്ലേ. അത് പാട്ട് പാടുമ്പോൾ ആത്മാവിൽ നിറഞ്ഞു നിൽക്കാൻ മറന്നു പോകല്ലേ. എന്ത് പറഞ്ഞാലും ആത്മാവിൽ നിറയാൻ നിങ്ങൾ മറന്നു പോകല്ലേ. കാരണം ഇത് ഉണ്ടെങ്കിൽ സ്വർഗം തുറക്കാം. സ്തോത്രം സ്തോത്രം. വല്ലാതെ കർത്താവ് വളരെ പവറായിട്ട് അങ്ങ് ഇടപെടുന്നുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ഒന്ന് കടന്നു വരാം. എങ്കിലും പെട്ടെന്ന് ഇന്ന് ആന്റി ശുശ്രൂഷിച്ചപ്പോ പറഞ്ഞ ഒരു വേർഡ് ഞാൻ ഇവിടെ എഴുതി വെച്ചു, അവന്റെ ഹൃദയത്തെ തൊട്ടു. അതിങ്ങനെയാണ്, ബോവസിന്റെ വയലിൽ ചില കറ്റകൾ വലിച്ചിട്ട് കൊടുക്കാൻ ദൈവം ചിലരെ കരുതിയിട്ടുണ്ട്. ഒരാമൻ പറയാമോ? സ്വർഗത്തിലെ ചില മർമ്മങ്ങളെ അവൻ നമുക്ക് അവകാശമായി തരാൻ, അത് വലിച്ചിട്ട് തരാൻ ഇന്ന് രാത്രി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കമായി ഇറങ്ങി വന്നിരിക്കുമ്പോൾ നീ നിന്റെ അവകാശത്തിലേക്ക് കയറുകയാണ്. നീ നിന്റെ അവകാശത്തിനകത്തേക്ക് കയറുകയാണ്. സ്വർഗം തുറക്കുന്ന അവകാശത്തിനകത്തേക്ക് കയറുകയാണ്. ആ താക്കോലിനകത്തേക്ക് കയറുകയാണ്. ആ അഭിഷേകത്തിനകത്തേക്ക് കയറുകയാണ്. ആ ആത്മനിറവിനകത്തേക്ക് കയറുകയാണ്. നിർത്താതെ പ്രാർത്ഥിക്കുക, അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുക, അന്യഭാഷയിൽ മണിക്കൂറുകൾ സംസാരിക്കുക. ഹല്ലേലൂയ. ഇങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആത്മവിവശത, സ്തോത്രം, അത് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്റെ നിറവിന്റെ ഏറ്റവും ഹൈ ലെവലാണ് ആത്മവിവശത. അതിനകത്തേക്ക് നിങ്ങൾ കയറിപ്പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കുന്നത് അവിടെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ആരാധന സ്വർഗം തുറക്കുന്ന ആരാധനയാണ്, നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയാണ്, നിങ്ങളുടെ വചന ധ്യാനം സ്വർഗം തുറക്കുന്ന വചന ധ്യാനമാണ്, നിങ്ങളുടെ വർഷിപ്പ് സ്വർഗം തുറക്കുന്ന വർഷിപ്പാണ്. പറഞ്ഞാട്ടെ, ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് സ്വർഗം തുറക്കാനാണ് ദൈവം എനിക്ക് അഭിഷേകം തന്നിരിക്കുന്നത്. ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് സ്വർഗത്തെ തുറന്ന് മറ്റുള്ളവരോട് പറയാൻ ഒരു അഭിഷേകം, ഒരു അനോയിന്റിങ് ദൈവം എന്റെ മേൽ പകർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗത്തില് സ്തോത്രം, ഹല്ലേലൂയ. ഒരു വാക്യം വായിച്ച് ഞാൻ മുമ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി സ്തോത്രം 7-ാം അധ്യായം അതിന്റെ 55-ാമത്തെ വാക്യം ആദ്യം ഒന്ന് വായിച്ച് സഹായിക്കാമോ? ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 55 വായിക്കുന്നു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത്. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരണേ, വചനത്തിന്റെ കൂടെ. അവൻ ആത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. അടുത്ത വാക്യം, ദൈവമഹത്വവും ദൈവത്തിന്റെ ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ആത്മാവിൽ നിറഞ്ഞങ്ങോട്ട് മുകളിലോട്ട് നോക്കിയപ്പോ ദൈവത്തിന്റെ യേശു നിൽക്കുന്നത് സ്തെഫാനോസ് കണ്ടെന്ന്. ഇന്ന് രാത്രി നിങ്ങൾ എന്റെ കൂടെ വേണമേ. ആത്മാവിൽ നിറഞ്ഞപ്പോ, ആത്മവിവശതയ്ക്കകത്ത് കയറിയപ്പോ സ്വർഗം സ്തെഫാനോസിന് തുറന്നു കൊടുത്തു. താങ്ക് യു ജീസസ്.
ഭൂമിയിൽ ശുശ്രൂഷ പോലെ അടയ്ക്കുന്ന രീതിയിൽ കാര്യങ്ങൾ തിരിഞ്ഞു മറിഞ്ഞപ്പോ ആത്മാവിൽ അവൻ നിറഞ്ഞപ്പോ സ്വർഗം തുറന്നു കിട്ടി. ഭൂമി പലതും അമഞ്ഞു കിടന്നപ്പോ ആത്മാവിൽ നിറഞ്ഞവന് സ്വർഗം തുറന്നു കിട്ടി. ഒരാമയം പറയാമോ? ഇന്ന് രാത്രികാലം അതുകൊണ്ട് ആത്മാവിൽ നിറയുവാൻ മറന്നു പോകല്ലേ. ആത്മാവിൽ നിറയുന്ന ഇതിൽ കുറഞ്ഞ പരിപാടികൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഭൂമിയിൽ വഴിയിടുന്നവർ ആത്മാവിൽ നിറയുന്നവർക്ക് ആത്മവിശുദ്ധ കയറുന്നവർക്ക് സ്വർഗം തുറക്കും. സ്വർഗം തുറന്നാൽ ഭൂമിയിൽ ഉത്തരം കിട്ടും. Thank you, Jesus. Thank you, Holy Spirit. ഞാൻ വളരെ ആത്മാവിൽ സന്തോഷിക്കുകയാണ് ഞാൻ ഈ സന്ദേശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ. അതി ഒരു വാക്യം കൊണ്ടൊന്ന് കയറി വായിക്കാം. 54-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അപ്പോളെ ഇത് കേട്ടപ്പോ പലരും അദ്ദേഹത്തിന്റെ നേരെ ദേഷ്യം പൂണ്ടിട്ട് ശരിക്കും പറഞ്ഞ അങ്ങോട്ട് ദേഷ്യം സഹിക്കാൻ കഴിയാതെ വന്നിട്ട് പല്ല് കടിച്ചു. അപ്പൊ പല്ല് കടിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യത്തിന്റെ ഏറ്റവും വലിയ മൂർത്തീഭാവമാണ്. സ്തോത്രം. അത് കണ്ടപ്പോ സ്തേഫാനോസ് ആത്മാവിൽ നിറഞ്ഞു. അപ്പൊ ആത്മവിവശതയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം ഞാൻ പറയാം, പലരും നിനക്ക് വരുന്ന പല്ല് എടുക്കുമ്പോൾ നീ ആത്മാവിൽ നിറയും. സ്തോത്രം. അത് എപ്പോഴും സംഭവിക്കണമെങ്കിൽ അതിന് കൊതിക്കുക, അതിനുവേണ്ടി ആഗ്രഹിക്കുക, അതിനുവേണ്ടി ആത്മീക വിശപ്പിനകത്ത് ഇന്ന് രാത്രിക്കാലം ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മെസ്സേജിന്റെ ഒരു പോക്ക് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു, അതിന്റെ മനസ്സിലായിരുന്നു. ഭൂമിയിൽ പലരും സ്തേഫാനോസിന് വിരോധമായി സംസാരിക്കാൻ തുടങ്ങിയപ്പോ സ്തേഫാനോസ് ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. ഭൂമിയിൽ പല കാര്യങ്ങളും സ്തേഫാനോസിന് വിരോധമായി പല്ല് കടിച്ച് ചുരുക്കി പറഞ്ഞാൽ ആമേ സ്തേഫാനോസിനെ കൊല്ലാൻ തീരുമാനമെടുത്തപ്പോ ആമേ ഹല്ലേലൂയ ആത്മദിവസതയ്ക്കകത്ത് കയറിയവന്, ആത്മാവിന്റെ നിറവിന്റെ ഏറ്റവും ഹൈലൈറ്റിലേക്ക് കയറിയവന് സ്വർഗം തുറക്കാൻ സ്വർഗം ഒരു തീരുമാനമെടുത്തു. പറയാമോ? അതിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട്, വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയിട്ട്, വിശ്വാസ ജീവിതത്തിനകത്ത് ഇറങ്ങിയിട്ട് ഇന്നും കഷ്ടതയാണോ? ഇന്നും പലരും പല്ല് കടിക്കുന്നുണ്ടോ? ഇന്നും പലരും വിമർശിക്കുന്നുണ്ടോ? ഇന്നും പലരും ഒറ്റിക്കൊടുക്കുന്നുണ്ടോ? ഇന്നും പലരും ഹൃദയം തകർക്കുന്ന പോലെ സംസാരിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് തന്നെ പറയുകയാണ്, ആരാധിക്കുന്ന നിർത്തില്ല, അഭിഷേകത്തിൽ ആരാധിക്കുന്ന നിർത്തരുത്, അന്യഭാഷ നിർത്തരുത്. നിങ്ങളുടെ അകത്ത പകർന്നിരിക്കുന്ന അന്യഭാഷ ഈ സമയം വിലപ്പെട്ടതാണ്. പലരും നിങ്ങൾക്കെതിരാകുമ്പോൾ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന ഒരു അഭിഷേകം ദൈവം നിങ്ങളുടെ തലമേൽ ഇട്ടിരിക്കുകയാണ്. അതിനെ പ്രയോജനപ്പെടുത്തുക, അതിനെ യൂസ് ചെയ്യുക, അതിനെ ഉപയോഗിക്കുക. സ്വതന്ത്രം മനസ്സിലായോ? ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം സ്വർഗം തുറക്കുന്ന ഒരു അഭിഷേകമാണ്. മെസ്സേജിന്റെ ഒരു വലിയ രൂപത്തിനകത്തേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. നമ്മൾ അതിനെ വെച്ചിട്ട് കീ കൊടുത്തൊന്ന് ചെറുതായിട്ട് തുറക്കാൻ പോകുന്നതേ ഉള്ളൂ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ അകത്ത് കിടക്കുന്ന അഭിഷേകം, ആത്മനിറവ് സ്വർഗം തുറക്കുന്നതാണ്. നമ്മള് ആമേ സ്തോത്രം വെറുതെ ഒന്ന് ആരാധിച്ചു മാത്രം പോകുന്നു, അങ്ങനെയല്ല. നിങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത് സ്വർഗം തുറക്കാൻ കഴിയും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് സ്വർഗം തുറക്കാൻ കഴിയും. ഈ ആഴ്ച മുതൽ ആത്മനിറവിൽ ആരാധിക്കുക, നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കാം. ഇന്ന് രാത്രിയുള്ള പ്രാർത്ഥനയിൽ ആത്മാവിൽ ആരാധിക്കുക, സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കാം. നിശ്ചയം. എല്ലാ പ്രാപിക്കാൻ ആഗ്രഹമുള്ളവര് ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, കർത്താവേ ആ വലം കൈയൊക്കെ തലയിലോട്ട് വെച്ചിട്ട് പറയാൻ കഴിയുന്നവര് പറഞ്ഞാട്ടെ, കർത്താവേ എനിക്ക് അങ്ങനെ ഒരു അഭിഷേകം വേണം, എനിക്ക് അങ്ങനെ അഭിഷേകം വേണം. ഒരു സാധാരണ അഭിഷേകത്തോടെ സൗഖ്യത്തോടെ പോകാനല്ല, എന്നെ കൊണ്ട് സ്വർഗം തുറക്കാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അത് എന്റെ മേൽ വെളിപ്പെടുവാൻ ഈ കാലഘട്ടത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ സ്വീകരിക്കുന്നു. അപ്പോ സ്തേഫാനോസിന് എതിരായിട്ടും പലരും പല്ല് കടിക്കാൻ തുടങ്ങിയപ്പോ പൗല് ആമേ സ്തേഫാനോസ് എന്ത് ചെയ്തു? ആത്മാവ് നിറയാൻ തുടങ്ങി. നിറയുക.
എത്ര എതിർപ്പ് വന്നാലും നിങ്ങൾ നിറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ അഭിഷേകത്തെ കുറിച്ച്, നിങ്ങളുടെ ശുശ്രൂഷയെ കുറിച്ച്, നിങ്ങളുടെ ആത്മീക ജീവിതത്തിന്റെ പരാജയങ്ങൾ എണ്ണി പറഞ്ഞ് നിങ്ങളെ ഒതുക്കാൻ നോക്കുന്ന, നിങ്ങളെ കല്ലെറിയാൻ നോക്കുന്ന, നിങ്ങളെ എറിഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കുന്ന സാഹചര്യത്തിനകത്തും നിങ്ങൾ പിന്നെയും ഫില്ലായിക്കൊണ്ടിരിക്കുക. പിന്നെയും നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ ആത്മാവിൽ നിറയുന്ന വ്യക്തിയാണ് സ്വർഗം തുറക്കാൻ പോകുന്നത്. വേഗത്തിൽ ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് ആഗ്രഹിക്കുന്നു. അപ്പോ സ്തേഫാനോസിന് വിരോധമായിട്ട് എല്ലാവരും പല്ല് കടിക്കാൻ തുടങ്ങി. അർത്ഥം, ഇനി അവനെ വെറുതെ വിടുന്ന പരിപാടി ഇല്ല. സ്വർഗം ഒരു തീരുമാനമെടുത്തു, ഇനി അവനെ അങ്ങനെ വെറുതെ വിടുന്ന പരിപാടിയില്ല. സ്വർഗം തുറക്കുന്ന ഇവൻ ഭൂമിയിൽ നിന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. വിശ്വസിക്കുന്നു. അതേ അഭിഷേകമാണ് എന്റെ തലവിൽ നിങ്ങളുടെ തലവിൽ ഇരിക്കുന്നത്. അതേ അഭിഷേകമാണ് ആ വിശ്വത്രം എന്റെ സഭയിലെ പാർശ്വമേ ചലിക്കുന്നത്. അതേ അഭിഷേകമാണ് എന്റെ തലമുറ ചലിക്കുന്നത്. അതേ അഭിഷേകത്തിലാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്. അതേ അഭിഷേകത്തിൽ ആരാധിക്കുന്നെങ്കിൽ അതേ സ്വർഗം, അതേ സെയിം സ്വർഗം സ്തേഫാനോസിന്റെ മുമ്പിൽ തുറക്കപ്പെട്ട അതേ സെയിം സ്വർഗം തുറന്നിരിക്കും. രാത്രി ആത്മാവിൽ പ്രാപിച്ചാട്ടെ. ഇനി നമ്മള് അതിലെ ഒന്നുകളുടെ കാര്യം മാത്രം പെട്ടെന്ന് ചിന്തിച്ചിട്ട് അടുത്ത വചനത്തിന്റെ തെളിവിനകത്തേക്ക് നമ്മളെ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ സ്തേഫാനോസ് സ്വർഗം തുറന്ന വ്യക്തിയാണ്. എങ്ങനെ? എല്ലാ പ്രതിസന്ധിയുടെ തലവിലും അവസാനത്തെ നിമിഷത്തിലും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നു. എല്ലാ പ്രതീക്ഷയും കൈവിട്ട് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെല്ലാം തീർന്നു. അദ്ദേഹത്തെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി പോകുന്ന സമയത്ത് സ്വർഗം അദ്ദേഹത്തിന് വേണ്ടി തുറക്കപ്പെടുകയാണ്. അതെത്തിനെ കാണിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞ് വിവശത ആഗ്രഹിക്കുന്ന, ആത്മനിറവ് ആഗ്രഹിക്കുന്ന ഒരു ആത്മീക എരിവുള്ള വ്യക്തിയുടെ മുമ്പിൽ ഭൂമിയിലെ വിജയകരമായി ശുശ്രൂഷയെ കാണിക്കാൻ ഒന്നുകൂടെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ ഒടുക്കത്തെ ദിവസത്തിൽ, ആ ഒടുക്കത്തെ സെക്കൻഡിൽ സ്വർഗം തുറക്കുന്ന ഒരു ശുശ്രൂഷ അത് അദ്ദേഹം വായ കൊണ്ട് പറഞ്ഞു. അതാണ് നമ്മൾ വായിച്ച് കേട്ടത്. മഹത്വം അദ്ദേഹം കണ്ടു. ദൈവത്തിന്റെ വലത് ഭാഗത്ത് യേശു നിൽക്കുന്നത് ഇരിക്കുന്നത് സ്തേഫാനോസ് കണ്ടു. അത് കാണുകയും വാ കൊണ്ട് പറയുകയും ചെയ്തപ്പോ സ്വർഗം ഭൂമിയിൽ അദ്ദേഹം തുറന്നു വിട്ടു. ഇത് നിങ്ങള് ഞാനും കാണണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങളെ ഞാൻ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തൊരു വാക്യം വേഗത്തിൽ വായിച്ചു നമുക്ക് മുമ്പിലേക്ക് പോകാം. 9:20 സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം ഇതിന്റെ 10-ാം വാക്യം. 10-ാം അധ്യായം 10-ാം വാക്യം വായിക്കുന്നു. ഹല്ലേലൂയ. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവൻ ഒരുക്കുമ്പോഴേക്ക് അവരൊരു വിവശത വന്നു. നോക്കണേ. അപ്പൊ ശിവോന് വിശന്നിട്ട് വളരെ വലിയ ഒരു വിശപ്പുണ്ടായി. ആ സമയത്ത് അവര് ഭക്ഷണ കാര്യങ്ങൾ ഒരുക്കുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത വിവശത ഈ ശിമോന്റെ പത്രോസിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഈ വിവശതയുടെ അടുത്തൊരു ഡയമെൻഷനകത്തേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ എന്റെ കൂടെ വരണം. ഇന്ന് രാത്രിക്കാല കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന ശുശ്രൂഷയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ നിങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്പോ ഒരു വലിയ വിവശതയ്ക്കകത്തേക്ക് ഈ പത്രോസ് കയറാൻ ഇടയായി തീർന്നു. അപ്പൊ ഈ വിവശത നടന്നുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് അതിനകത്തൊരു വെളിപ്പാട് കണ്ടു. സ്തോത്രം. ആ വെളിപ്പാടിന്റെ വ്യാഖ്യാനവും ദൈവം കൊടുത്തു. ആ മറുപടിയും പത്രോസ് പറഞ്ഞു. ദൈവം അതിന്റെ വ്യാഖ്യാനവും പ്രവചനവും കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്കകത്ത് ആത്മവിവശത ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്. കാരണം ദൈവസഭയുടെ തീരുമാനങ്ങൾ ആത്മവിവശതയിൽ കയറിയവന് സ്വർഗം തുറന്ന തീരുമാനങ്ങളെ കൊണ്ടുവരാൻ കഴിയും. അത് നമ്മുടെ സഭയുടെ ചരിത്രത്തെ മാറ്റും. അത് നമ്മുടെ സഭയുടെ വളർച്ചയെ മാറ്റും. അത് നമ്മുടെ സഭയുടെ ചുറ്റുപാടുകളെ വർദ്ധിപ്പിക്കും. അത് നമ്മുടെ സഭയെ അടുത്ത ഹിസ്റ്റോറിക്കൽ
സ്റ്റെപ്പിലേക്ക്, ചരിത്രപരമായിട്ടുള്ള ഒരു കാൽവെപ്പിനകത്തേക്ക് നമ്മുടെ സഭ എടുത്തുകൊണ്ടുപോകാം. നോക്കണേ, സഭയ്ക്കകത്തിരുന്നു കൊണ്ട് സ്വർഗത്തെ തുറക്കുന്ന ഒരു അഭിഷക്തനെ ആമേ 10-ാം അധ്യായത്തിനകത്ത് നാം കാണുകയാണ്. എന്താ പറയുന്നേ? സഭയ്ക്കകത്ത് സ്വർഗം ആമേ തുറക്കുന്നവരുണ്ടെങ്കിൽ സഭ അസാധാരണമായ ചരിത്ര നിമിഷങ്ങളിലേക്ക് കേറാൻ വേണ്ടി പോകുന്നതല്ലേ. അതുവരെ ജാതികളിലേക്ക് ഇത് കടന്നു പോയിട്ടില്ല, ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടില്ല. എന്നിട്ടും എല്ലാവരും എതിർക്കും എന്ന് പറഞ്ഞാലും, പക്ഷേ ദൈവത്തിന്റെ ആത്മാവും കൂടെ അങ്ങോട്ട് ഇറങ്ങിയപ്പോ മനസ്സിലായി, ആത്മവിവശതയ്ക്കകത്ത് കയറിയവൻ സ്വർഗം തുറന്നൊരു വെളിപ്പാട് കിട്ടി. ഇത് സഭയുടെ ചരിത്രത്തെ മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ദൈവസഭയുടെ ചരിത്രം മാറണമെങ്കിൽ, ദൈവസഭയുടെ ഹിസ്റ്ററി മാറണമെങ്കിൽ, ദൈവസഭയുടെ മുഖച്ഛായ മാറണമെങ്കിൽ, ദൈവസഭയുടെ ഭാവി പുതുക്കപ്പെടണമെങ്കിൽ, സ്തോത്രം ഹല്ലേലൂയ, അതിനകത്ത് ആത്മവിവശത ഉള്ളവര് വേണം. നിർബന്ധമായും ആത്മവിവശതയുള്ളവരെ അതിനകത്ത് വേണം. അതിനകത്ത് പറഞ്ഞത്, കർത്താവേ ഞാൻ റെഡിയാണ്. അവ എന്റെ സഭയ്ക്കകത്ത് ആത്മവിവശതയിൽ നിന്നുകൊണ്ട് സ്വർഗം തുറക്കുന്ന തീരുമാനങ്ങൾ, സ്വർഗീയ തീരുമാനങ്ങളെ എടുത്ത് ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കുവാൻ, എന്റെ സഭയെ വിജയിച്ചൊരു സഭയാക്കി മാറ്റുവാൻ, ഗ്രോത്ത് ഉള്ളൊരു സഭയാക്കി മാറ്റുവാൻ, വർധനവുള്ളൊരു സഭയാക്കി മാറ്റുവാൻ, ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആക്കി മാറ്റുവാൻ. 30, 60, 100 മേനി എന്നൊക്കെ പോലെ ഞാൻ സ്വർഗം തുറക്കുന്ന ഒരു വ്യക്തിയായി മാറുമ്പോൾ എന്നിലൂടെ അടുത്തൊരു കാലഘട്ടം ദൈവസഭയ്ക്ക് തുറക്കപ്പെടുകയാണ്. അപ്പൊ പത്രോസ് ആത്മവിവശതയ്ക്കകത്ത് കയറി. അപ്പൊ വിവശതയ്ക്കകത്ത് കയറിയപ്പോ സഭയുടെ ചരിത്രം മാറി, സഭയുടെ സാഹചര്യം മാറി, സഭയുടെ ചരിത്രം മാറി. ഇത് നിങ്ങൾ തീരുമാനിക്കൂ. സഭയുടെ ചരിത്രം മാറിയത് എപ്പോഴാണ്? ആത്മവിവശതയ്ക്കകത്ത് കയറിയപ്പോ അല്ലേ? സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിലൂടെ സഭയുടെ അടുത്ത കാലഘട്ടത്തിലേക്ക് അവൻ കാലുവെക്കുന്നത് എങ്ങനെയാണ്? ആത്മവിവശതയ്ക്കകത്തൂടെ. പത്രോസിലൂടെ അവൻ അനേകരിലേക്ക് പറ്റില്ല, പാടില്ല എന്ന് പറഞ്ഞവരിലേക്ക് ദൈവിക പ്രവൃത്തി അവരുടെ അകത്തേക്ക് ഇറക്കി വിട്ടത് എങ്ങനെയാണ്? ഒരു വിവശതയ്ക്കകത്തൂടെ. അങ്ങനെയെങ്കിൽ പറയുക, ഈ ദിവസങ്ങളിൽ നമ്മുടെ സഭകള്, നമ്മുടെ ശുശ്രൂഷകള്, വ്യക്തികൾ ആത്മനിറവിലേക്ക് കയറിപ്പോകട്ടെ. കൺവെൻഷനുകൾ, ഉപവാസ പ്രാർത്ഥനകൾ, മീറ്റിങ്ങുകൾ, ഭവന പ്രാർത്ഥനകൾ, കോട്ടേജ് മീറ്റിങ്ങുകൾ, ഉണർവ് യോഗങ്ങൾ, ഈ ദിവസങ്ങള് അനേകമായിരങ്ങളെ ആത്മനിറവിലേക്ക് നയിക്കുന്ന വലിയ ശുശ്രൂഷകൾ യേശുവിന്റെ നാമത്തിൽ എന്നിലൂടെ, നിങ്ങളിലൂടെ അത് ഓപ്പണായി വരട്ടെ. അപ്പോ സ്വർഗം തുറക്കുന്നവരെ സഭയ്ക്കകത്ത് വേണം. അങ്ങനെയെങ്കിൽ സഭ അസാധാരണമായ ഗ്രോത്തിനകത്ത് കയറിപ്പോകും. സ്തോത്രം. അതിനകത്ത് ഒന്നിരുടെ കാര്യം പെട്ടെന്ന് സൂചിപ്പിച്ചിട്ട് കഥാപരിക്ക് തന്ന ചില തെളിവുകൾ പെട്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ഒന്ന് വായിക്കാമോ? എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 12-ാമത്തെ. എബ്രായർ 10:12. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാക്കോളം കാത്തിരിക്കുന്നു. അതിനകത്ത് മനസ്സിലായി. പെട്ടെന്ന് ഒറ്റ വാക്യം പറഞ്ഞു പോകാം. യേശു ഏകയാഗത്താൽ സ്തോത്രം. എന്നാൽ അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോ, എബ്രായർ ലേഖനം 10-ാം അധ്യായം 11-ാം വാക്യം നിങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വായിച്ചാൽ മതി. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, ഹല്ലേലൂയ, യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ടിരുന്നു. ആര്? മുൻപിലെത്ത പുരോഹിതന്മാർ പിന്നെ യാഗം കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷേ യേശു ഒരൊറ്റ യാഗത്താൽ, ആ വാക്ക് ഞാൻ പിന്നെ പറയുകയാണ്, ഒരൊറ്റ യാഗത്താൽ. അതിനകത്ത് അടിവരയിട്ട് ഞാൻ വാക്ക് പറയുകയാണ്, സ്വർഗം തുറക്കുന്നൊരു യാഗം. സ്വർഗം തുറക്കുന്നൊരു യാഗം, സ്വർഗം പ്രസാദിച്ചൊരു യാഗം. കൂടെ ചെയ്യാതെ, കൂടെ യാഗം കഴിക്കാതെ ഒരൊറ്റ യാഗം കൊണ്ട് ദൈവത്തിന് പ്രസാദമായി തീർന്നെങ്കിൽ സ്വർഗം തുറക്കുന്നൊരു യാഗം യേശു ക്രിസ്തു ചെയ്തു. നിങ്ങൾ എന്റെ കൂടെ വന്നാട്ടെ. വലിയൊരു ആത്മനിറവിനകത്താണ് ഞാൻ നിൽക്കുന്നത്. സ്വർഗം തുറന്നൊരു പുരോഹിതൻ നമുക്കുണ്ട്. സ്വർഗം തുറന്നൊരു യാഗം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു. എങ്ങനെയാണ്?
ആമേ കൂടെ കൂടെ അല്ല, ഏകയാകത്താൽ Hallelujah. സ്വർഗം നമുക്ക് തുറന്നു തന്നൊരു പുരോഹിതൻ നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇനി അടുത്ത പെട്ടെന്ന് ഞാൻ വായിച്ചു പോകാം. ഹിബ്രു ചാപ്റ്റർ 9:25. എബ്രായ ലേഖനം 9-ാം 25-ാം വാക്യം. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടു കൂടി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെ താൻ കൂടെ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽ മതിയോ പാസ്റ്റർ? അത് വായിക്കണോ? ഓക്കെ സാരല്ലേ, ഞാൻ പറഞ്ഞോളാം, സമയത്തിന്റെ പരിമിതി ഉണ്ടല്ലോ. ഓക്കെ, സ്തോത്രം. അപ്പോ സ്വർഗം തുറന്ന ഒരു പുരോഹിതൻ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആമേ, അനേക പുരോഹിതന്മാർ ആ മൃഗങ്ങളുടെ രക്തത്താൽ, മിണ്ടാപ്രാണികളുടെ രക്തത്താലാണ് യാഗം കഴിപ്പാൻ വേണ്ടി കയറി വരുന്നത്. എന്നാൽ ഇവിടെ യേശുക്രിസ്തു എന്ത് ചെയ്യുന്നു? സ്വന്തം രക്തത്താൽ അത് അവിടെ ചെന്നപ്പോ സ്വർഗം തുറന്നു. ആമേൻ പറയാമോ? സ്വർഗം പറഞ്ഞ് ഇത് മതി, ഇനി ഒരു യാഗം വേണ്ട. അതിനർത്ഥം എന്താ? സ്വർഗം തുറക്കുന്ന ഒരു പുരോഹിതൻ നമുക്കുണ്ടായിരുന്നു. അതിന്റെ ആമേശ്വരം ഭൂമിയിലെ പുരോഹിതന്മാർ ആമേശ്വരം അന്യ രക്തത്താൽ യാഗം കഴിച്ചു, അതുകൊണ്ട് പൂർത്തീകരണം ഉണ്ടായില്ല. പക്ഷെ സ്വർഗത്തിലെ പുരോഹിതൻ, മഹാപുരോഹിതൻ, ശ്രേഷ്ഠ പുരോഹിതൻ ഇറങ്ങി വന്നപ്പോ സ്വർഗം തുറക്കുന്ന ഒരു ശുശ്രൂഷ അവിടെ ചെയ്തു. ഇത്ര ഞാൻ പറഞ്ഞ എന്താണെന്ന് അറിയണ്ടേ? ആമേശ്വരം അത് ഇത്രയും ഞാൻ പറഞ്ഞത്, ഇത്രയും ഞാൻ പ്രസംഗിച്ചത്, ഈ രണ്ട് തെളിവ് പറഞ്ഞ എന്തിനാന്ന് അറിയണ്ടേ? ആമേശ്വരം യേശു ചെയ്ത ശുശ്രൂഷ സ്വർഗം തുറക്കുന്ന ശുശ്രൂഷയാണ്. ഒരാമേ പറയാമോ? യേശു ചെയ്ത യാഗം സ്വർഗം തുറക്കുന്ന യാഗമായിരുന്നെങ്കിൽ യേശു എന്നിലൂടെ നിങ്ങളിലൂടെയും ആഗ്രഹിക്കുന്നു സ്വർഗം തുറക്കുന്ന ഒരു പൗരോഹിത്യം, സ്വർഗം തുറക്കുന്ന ഒരു ശുശ്രൂഷ. ഈ കാലഘട്ടത്തിൽ ദൈവജനത്തിന് വേണ്ടി, നശിച്ചു പോകുന്നവർക്ക് വേണ്ടി, തകർന്നു പോകുന്നവർക്ക് വേണ്ടി, ദൈവരാജ്യത്ത് അന്യപ്പെട്ടവർക്ക് വേണ്ടി സ്വർഗം തുറന്നു കൊടുക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലേ, ഒരു ഭയങ്കര ചോദ്യമാണ് ആദ്യം ദൈവന്റെ മുമ്പ് കൊണ്ടുവച്ചത്. ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അത് വചനത്തിനകത്തൂടെ കാണുന്നു. യെസ്, ആവശ്യമുണ്ട്. കർത്താവ് പറയുന്നു, വേലക്കാർ ചുരുക്കമാണ്, വയല് വിളഞ്ഞ് കിടക്കുകയാണ്, പക്ഷെ ആത്മവിവശതയെ കയറുന്നവർ ചുരുക്കമാണ്. ആത്മവിവശതയെ കയറുന്നവര് വേഗത്തിൽ 1-2 തെളിവ് വായിച്ച് കൃത്യസമയത്ത് നമ്മൾ നടത്തും. ആമേശ്വരൻ യേശു പറഞ്ഞു, ഞാൻ വാതിലാണ്. എവിടത്തേക്കുള്ള? ഞാൻ വാതിലാണ്. നിങ്ങൾക്ക് ദൈവത്തിലേക്കുള്ള വാതിലാണ്, നിങ്ങൾക്ക് ദൈവരാജ്യത്തിനകത്തേക്കുള്ള വാതിലാണ്. എന്താ അതിനർത്ഥം? യേശു ഭൂമി ചെയ്ത ശുശ്രൂഷ സ്വർഗം തുറക്കുന്ന ശുശ്രൂഷ. യേശു ഭൂമിയിൽ എന്ത് ശുശ്രൂഷയാ ചെയ്തത്? യേശു ഭൂമി വന്ന് നമുക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന ഒരു ശുശ്രൂഷ അവ ചെയ്തു. യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കാൻ കഴിയുകയില്ല. അർത്ഥം, യേശുവിലൂടെ ദൈവരാജ്യം തുറന്നു വയ്ക്കുക. ഈ ദിവസങ്ങളിൽ ശുശ്രൂഷകൾ ദൈവരാജ്യം തുറക്കുന്നതായി മാറുക. ദൈവരാജ്യത്തെ മറ്റുള്ളവർക്ക് തുറന്നു കൊടുക്കുന്നതായി മാറട്ടെ. നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ വചനധ്യാനങ്ങൾ, നമ്മുടെ വർഷിപ്പുകൾ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ ദൈവരാജ്യത്തെ മറ്റുള്ളവരിലേക്ക് തുറന്നു കൊടുക്കുന്നതായി മാറട്ടെ. സ്തോത്രം. അടുത്ത തെളിവ് യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പം, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്തോത്രം. അപ്പൊ ഈ നിത്യജീവൻ എവിടെ ഉണ്ട്? സ്വർഗത്തില്. സ്തോത്രം. അപ്പൊ യേശു എന്താ ചെയ്തേ? യേശു പറഞ്ഞത് അവൻ ശുശ്രൂഷയിലൂടെ ദൈവരാജ്യത്തെ തുറന്നു കൊടുക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ ജലം. സ്തോത്രം. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി. എവിടേക്ക്? ദൈവരാജ്യത്തിനകത്തേക്ക്. അപ്പൊ യേശു ഏത് ശുശ്രൂഷ ചെയ്തേ? ദൈവരാജ്യം തുറക്കുന്നൊരു ശുശ്രൂഷ, സ്വർഗത്തെ തുറക്കുന്നൊരു ശുശ്രൂഷ. ഈ കാലഘട്ടത്തിൽ നമുക്ക് മുൻപേ നടന്ന ശുശ്രൂഷ ചെയ്ത് കാണിച്ച ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തന്നു. ഇതിലൂടെ തന്നെ നിങ്ങൾ നടക്കരുതെന്ന് പറഞ്ഞെങ്കിൽ ഈ ദിവസങ്ങള്, ഈ കാലഘട്ടങ്ങള് ദൈവം ഒരു വലിയ ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സ്വർഗം തുറക്കുന്നൊരു മിനിസ്ട്രി, സ്വർഗം തുറക്കുന്നൊരു പാട്ട്, സ്വർഗം തുറക്കുന്നൊരു അന്യഭാഷ, സ്വർഗം തുറക്കുന്ന റെവലേഷൻ, സ്വർഗം തുറക്കുന്ന ഒരു ശുശ്രൂഷ.
Thank you, Jesus. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സങ്കല്പിക്കാൻ കഴിയുന്നോ? ഒരു രോഗിക്ക് വേണ്ടി ഒരു ഹീലിംഗ് മിനിസ്റ്റർ ചെയ്യുന്ന ഒരാള് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ആ വ്യക്തി പെട്ടെന്ന് ഹീലാകുന്നു, സൗഖ്യമാകുന്നു. അപ്പോൾ ആ വ്യക്തി സൗഖ്യത്തെ അല്ല കാണുന്നത്, സ്വർഗം തുറക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശുശ്രൂഷ സക്സസ് ആയില്ലേ? ഇന്ന് രാത്രിക്കാലം ഞാൻ പറയട്ടെ, ലോകം പലതും പറയും, പക്ഷേ കർത്താവ് നമുക്ക് തന്ന ആ വലിയ നിയോഗത്തെ ഇന്ന് രാത്രികാലം ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ സ്വർഗം തുറക്കുന്ന ഒരു ശുശ്രൂഷ എനിക്ക് ആവശ്യമാണ്. സ്വർഗം തുറക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവ് എന്താണോ ചെയ്തേ അത് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവ് പറഞ്ഞു, പോയി കുരുടന്റെ കണ്ണ് തുറന്ന് കാണിച്ചിട്ടാ പറഞ്ഞത്. പോയി നടത്താൻ പറഞ്ഞു, മുടന്തനെ നടത്തി കാണിച്ചിട്ടാ പറഞ്ഞത്. എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു, മരിച്ചവനെ എഴുന്നേൽപ്പിച്ചിട്ടാ പറഞ്ഞത്. അവൻ കെട്ടഴിക്കാൻ പറഞ്ഞു, കെട്ടഴിച്ചിട്ടാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്, കെട്ടഴിക്കാൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ സ്വർഗം തുറന്നിട്ട് നമ്മളോട് പറഞ്ഞൊരു ശുശ്രൂഷയുണ്ട്. നിങ്ങളുടെ ശുശ്രൂഷ ദൈവരാജ്യം തുറക്കുന്നതാണ്. സ്തോത്രം. സ്വർഗം തുറക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ശക്തമായ ഒരു ചലഞ്ച് കർത്താവ് നമുക്ക് ഇന്ന് രാത്രികാലം കൈമാറുകയാണ്. സ്വർഗം തുറക്കുന്ന ഒരു ശുശ്രൂഷ സഭയുടെ ചരിത്രത്തെ മാറ്റും. പത്രോസിലൂടെ സഭയുടെ വിശാലത സ്വർഗമോട് തുറന്നു വെച്ചു. യോഹന്നാനിലൂടെ സ്വർഗം തുറക്കുന്ന ഒരു ശുശ്രൂഷ തുറന്നു വെച്ചു. ഈ കാലഘട്ടത്തിൽ ദൈവം അതിനു വേണ്ടി നിങ്ങളെ കണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ദൈവം അതിനു വേണ്ടി എന്നെ കണ്ടിരിക്കുകയാണ്. സ്വർഗരാജ്യം തുറക്കുന്ന സ്വർഗത്തെ തുറക്കുന്ന ഒരു ശുശ്രൂഷ, അതിന്റെ താക്കോൽ ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയും ഇന്ന് രാത്രികാലം പറഞ്ഞാട്ടെ, ഞാനത് പ്രാപിക്കാൻ റെഡിയാണ്, ഞാനത് ചെയ്യാൻ തയ്യാറാണ് കർത്താവേ. അതിനുവേണ്ടി എന്നെ മാനസികമായി ഞാൻ എന്നെ തന്നെ ഒരുക്കുന്നു, ശാരീരികമായി എന്നെ തന്നെ ഒരുക്കുന്നു, എന്റെ ലൈഫിനെ ഞാൻ അതിനുവേണ്ടി ഒരുക്കുകയാണ്. ഈ ദിവസങ്ങളിൽ എന്നെ അങ്ങനെ ഷിഫ്റ്റ് ചെയ്താട്ടെ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഞാൻ വേഗത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. അതെ കർത്താവേ, ഇവിടെ ആരൊക്കെ ഈ ശുശ്രൂഷ ആഗ്രഹിക്കുന്നു, ദൈവരാജ്യം തുറക്കുന്നൊരു ശുശ്രൂഷ. യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. ദൈവരാജ്യത്തെ തുറക്കുന്ന, ദൈവരാജ്യത്തെ മനുഷ്യന് തുറന്നു കൊടുക്കുന്ന ശുശ്രൂഷയാണ് യേശു ഭൂമിയിൽ ചെയ്തത്. കാൽവറിയിലെ ക്രൂശ് മരണത്തിലൂടെ ദൈവരാജ്യത്തിന്റെ വാതിൽ ആമേൻ യേശു മനുഷ്യർക്ക് തുറന്നു കൊടുക്കുകയായിരുന്നു. ആമേൻ. പിതാവിനെ വിളിക്കുവാനൊക്കെ വേണം. പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്ന ദൈവത്തിന്റെ മകനാക്കി മകളാക്കി ദൈവരാജ്യത്തെ തുറന്നു തരികയായിരുന്നു യേശു ചെയ്തത്. അതേ ശുശ്രൂഷ ഞങ്ങൾ ചെയ്യണമെന്ന് സ്തോത്രം. ദൈവരാജ്യം തുറക്കുന്ന, സ്വർഗം തുറക്കുന്ന ശുശ്രൂഷകൾ ഞങ്ങൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിനകത്തിരിക്കുന്നവർ ആരൊക്കെ അത് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് രാത്രിക്കാലം നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ദാഹിക്കുന്നവർക്ക് ഇന്ന് രാത്രിക്കാലം തൃപ്തി വരട്ടെ. സ്വർഗം തുറക്കുന്ന ഒരു ശുശ്രൂഷ യേശുവിന്റെ നാമത്തിൽ ഞാൻ പകർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അവരുടെ സഭകളിൽ, പ്രാർത്ഥനകളിൽ, കൂട്ടായ്മകളിൽ, ആരാധനകളിൽ, ദേശത്ത് മീറ്റിംഗുകളിൽ തുറക്കുന്ന ശുശ്രൂഷകൾ അവരിലൂടെ വെളിപ്പെടട്ടെ. ഏത് ശുശ്രൂഷയാണ്, ഏത് കൃപാവരമാണ്, ഏത് അഭിഷേകമാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്, അതിനകത്തൂടെ സ്വർഗം തുറക്കുന്നത് ഒരു അഭിഷേകത്തിന്റെ ശുശ്രൂഷ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നവരുടെ മേൽ, ഒരുക്കപ്പെട്ടവരുടെ മേൽ, ദൈവഹിതമുള്ളവരുടെ മേൽ ഞാൻ കൈമാറി പ്രാർത്ഥിക്കുന്നു. We receive it, Papa. Thank you, Jesus. Thank you, Holy Spirit. കർത്താവിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലെ മീറ്റിംഗ് ഇതൊരു കർത്താവെ സമയം പോക്കല്ല, ഇതൊരു ചരിത്രമായി മാറട്ടെ, ഇതൊരു വലിയ വഴിത്തിരിവായി മാറട്ടെ. ഇന്ന് രാത്രി സ്വർഗം വല്ലവരെ തൊട്ടതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അനേകായിരങ്ങളിലേക്ക് ഈ മെസ്സേജ് ആമേ കർത്താവെ കൈമാറ്റപ്പെട്ട് കേൾക്കട്ടെ. അനേകം പേര് ബലപ്പെടട്ടെ. അനേകം തളർന്നിരിക്കുന്നവർ ആത്മാവിൽ എഴുന്നേറ്റ് വരട്ടെ. ദൈവത്തിന്റെ വൈപ്രദേശത്ത് അധ്വാനിക്കട്ടെ. കർത്താവിന്റെ വേല ചെയ്യട്ടെ. ഇന്ന് രാത്രി ഞാൻ കൂട്ടായ്മയെ കടന്നു വന്ന ജനത്തെ, ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ആന്റിയെ, ഇതിനകത്ത് മെമ്പേഴ്സ് ആക്കുന്ന എല്ലാവരെയും ഈ ശുശ്രൂഷകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.